നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. ഒരുപാട് വലിയ സമരങ്ങൾ പരാജയപ്പെട്ട ചരിത്രമുള്ള നാടാണ് നമ്മുടേത്. അതുപോലെ തന്നെ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കഴിഞ്ഞ കുറേ മാസങ്ങളായി സമരം ചെയ്ത വിദ്യാർത്ഥികളുടെ സമരവും അവസാനിച്ചിരിക്കുന്നു, ലക്ഷ്യം കാണാതെ. ആ ഒരു വിഷയവും അതോടൊപ്പം തന്നെ വളരെ കാലമായി വിഘടിച്ച് നിൽക്കുന്ന കോൺഗ്രസിലെ AI ഗ്രൂപ്പുകൾ ഒരുമിച്ച് ഒരേ സ്വരത്തിൽ മുന്നോട്ട് പോകാനുള്ള കാരണക്കാരൻ താനാണെന്ന് VM സുധീരൻ അവകാശപ്പെട്ടിരിക്കുന്നു. ഈ വിഷയവും നമ്മൾ ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസിൽ ചർച്ച ചെയ്യുന്നു. സുധീരനെതിരെ ഹൈക്കമാൻഡിന് പരാതി നൽകാൻ AI ഗ്രൂപ്പുകളുടെ ധാരണയായിരിക്കുന്നു. കൺസ്യൂമർ ഫെഡ് വിഷയത്തിൽ പ്രശ്നം വഷളാക്കാൻ സുധീരൻ ശ്രമിക്കുന്നുവെന്ന് AI ഗ്രൂപ്പുകളുടെ ആരോപണവും ഉണ്ട്. ഈ റിപ്പോർട്ട് കണ്ടതിന് ശേഷം ചർച്ചയിലേക്ക് വരാം. കൺസ്യൂമർ ഫെഡ് അഴിമതിയിൽ കോൺഗ്രസിലെ പൊട്ടിത്തെറി കൂടുതൽ കടുക്കുകയാണ്. സുധീരന്റെ നിലപാടുകൾക്കെതിരെ ഹൈക്കമാൻഡിന് പരാതി നൽകാൻ AI ഗ്രൂപ്പുകൾക്കിടയിൽ ധാരണയായി. CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഒപ്പമുള്ളവരെ കൊണ്ട് സുധീരൻ കത്തയപ്പിക്കുകയാണെന്നാണ് ഗ്രൂപ്പുകളുടെ പരാതി. അഴിമതിക്കാരെ സംരക്ഷിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്ന് വരുത്തി തീർക്കാനാണ് ശ്രമം നടക്കുന്നത്. ഭരണസമിതിയെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം പ്രഖ്യാപിച്ചതിനു ശേഷവും സർക്കാരിനെതിരെ പരസ്യ പ്രസ്താവനകളുമായി സുധീരൻ അനുകൂലികൾ പ്രശ്നം വഷളാക്കുന്നു. KPCC അധ്യക്ഷന്റെ നിലപാട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടാക്കുമെന്നും ഗ്രൂപ്പുകൾ പരാതിപ്പെടുന്നു. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ അതിന്റെ ഉത്തരവാദിത്തം സുധീരനായിരിക്കുമെന്നും AI ഗ്രൂപ്പുകൾ ഹൈക്കമാൻഡിനെ അറിയിക്കും. CBI അന്വേഷണം ആവശ്യപ്പെട്ട് TN പ്രതാപൻ, KP അനിൽകുമാർ, സതീശൻ പാച്ചേനി തുടങ്ങിയവരെടുത്ത പരസ്യ നിലപാടുകളാണ് ഗ്രൂപ്പുകളെ ചൊടിപ്പിച്ചത്. MR സജേഷ്, തിരുവനന്തപുരം. ഗ്രൂപ്പ് രാഷ്ട്രീയം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ പുത്തരിയല്ല. പക്ഷേ വളരെ വിചിത്രം, ഒരുപക്ഷെ അത്ഭുതകരം എന്നുള്ള രീതിയിൽ കോൺഗ്രസിലെ പ്രബലരായ രണ്ട് ഗ്രൂപ്പുകൾ A ആണെങ്കിലും I ഗ്രൂപ്പ് ആണെങ്കിലും ഒന്നിച്ചു ചേർന്ന് KPCC പ്രസിഡന്റിനെതിരെ ആയുധമെടുത്തിരിക്കുന്നു. അതൊരു വാർത്ത തന്നെയാണ്. നമ്മോടൊപ്പം ഈ വിഷയത്തിൽ ഇന്ന് ചർച്ച നടത്തുന്നതിനായി ശ്രീ ഫക്രുദ്ദീൻ അലി, രാഷ്ട്രീയ നിരീക്ഷകനുണ്ട്. അതോടൊപ്പം അഡ്വക്കേറ്റ് BRM ഷഫീർ, കോൺഗ്രസിൻ്റെ യുവ നേതാവാണ്. ആദ്യം ശ്രീ ഫക്രുദ്ദീൻ അലിയിലേക്ക് തന്നെ. ഇന്ന് VM സുധീരൻ ഇന്നലെ തന്നെ പറഞ്ഞിരിക്കുന്നു, അതായത് തെരഞ്ഞെടുപ്പിന് ശേഷം മതി സംഘടനാ തെരഞ്ഞെടുപ്പ്, പുനഃസംഘടന. ഇതിനു മുൻപും പുനഃസംഘടന ആദ്യം നടത്തും എന്നുള്ള രീതിയിൽ VM സുധീരൻ കാർക്കശ്യം കാണിച്ചിരുന്നൊരു സമയത്ത് ഒരുപാട് പരാതികളും ആരോപണങ്ങളും അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിരുന്നു. നമ്മൾ തന്നെ ആ വിഷയം ചർച്ച ചെയ്തതാണ്. പക്ഷേ VM സുധീരൻ ഈ ഒരു തീരുമാനം എടുക്കുമ്പോൾ കോൺഗ്രസിലെ പ്രമുഖരായ നേതാക്കളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് പുനഃസംഘടനയുടെ പേരിൽ തെരഞ്ഞെടുപ്പിനെ അത് ബാധിക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നത്. തെരഞ്ഞെടുപ്പിനെ ഏതെങ്കിലും രീതിയിൽ അത് ബാധിച്ചാൽ അതിന് താൻ ഉത്തരവാദിയല്ല എന്ന്. വളരെ കൃത്യമായൊരു രാഷ്ട്രീയമാണ് VM സുധീരൻ കോൺഗ്രസിലെ ഗ്രൂപ്പുകാർക്ക് അല്ലെങ്കിൽ ഗ്രൂപ്പ് മാനേജർമാർക്ക് അല്ലെങ്കിൽ ആ സംഘങ്ങൾക്ക് നൽകുന്ന മുന്നറിയിപ്പ്. അല്ല, ഈ സുധീരനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞ ചർച്ച തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഈ പഞ്ചായത്ത് ഇലക്ഷൻ്റെ മുമ്പേ അദ്ദേഹം ഈ പറഞ്ഞ പുനഃസംഘടന നടത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അത് ശക്തിപ്രകടനമായി മാറുകയും കോൺഗ്രസ്സിന് അത് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ വളരെ നെഗറ്റീവായി ബാധിക്കുകയും ചെയ്യുമായിരുന്നു. സുധീരൻ്റെ കാര്യം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അദ്ദേഹം ഈ എന്താ പറയുക, ഇരുമ്പോലൊക്കെ വീങ്ങിയ പോലെ നടക്കുന്ന ഒരാളല്ല എന്ന് അടുത്ത കാലത്തിൽ അദ്ദേഹം തെളിയിച്ചിട്ടുണ്ടായി. അദ്ദേഹത്തിന് കൃത്യമായ ആദർശമുണ്ട്, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ. എന്നാൽ മാണിയുടെ വിഷയം വന്ന സമയത്ത് നമ്മളൊക്കെ അദ്ദേഹത്തെ എതിർത്താണ്, നമ്മൾ വേറൊരു സംഭവം അദ്ദേഹത്തിനായി പ്രതീക്ഷ. പക്ഷേ മാണിയെ അന്ന് സപ്പോർട്ട് ചെയ്യാന്നുള്ളത് UDF സംവിധാനം നിലനിൽക്കാൻ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഇങ്ങനെ പല ഘട്ടങ്ങളിൽ സ്വന്തം നിലപാട് ഉറച്ചുകൊണ്ട് തന്നെ കക്ഷി രാഷ്ട്രീയ ബന്ധങ്ങൾക്ക് ആവശ്യമായ ഒരു ഫ്ലെക്സിബിലിറ്റി അദ്ദേഹം കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് അന്ന് നമ്മളൊക്കെ നടത്തിയ ചർച്ചയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ പൊതുവേ അഭിപ്രായം ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ കോൺഗ്രസ്സിന് ഭൂഷണമല്ല ഇപ്പോൾ സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്നാണ്. മാത്രമല്ല സുധീരൻ സ്വയം ട്രാപ്പിൽ ചെന്ന് ചാടുകയും ചെയ്യുന്നു. ഇപ്പം വളരെ വിദഗ്ധമായി അദ്ദേഹം ഒഴിഞ്ഞു മാറിയിരിക്കുന്നു. പക്ഷേ ഭീഷണി ഇന്നും ഒഴിഞ്ഞു പോയിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ കേന്ദ്രത്തിന് ഉമ്മൻചാണ്ടിയും കൂട്ടരും അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയും കൂട്ടരും അയച്ച കത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ തിരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും രീതിയിലുള്ള പരാജയം ഉണ്ടാവുകയാണെങ്കിൽ അതിനുള്ള ഉത്തരവാദിത്വം VM സുധീരനായിരിക്കും എന്നാണ്. കാരണം നിയമസഭ ഇലക്ഷൻ വരുന്നതിന് മുമ്പ് സുധീരനെ ഒതുക്കുക എന്നുള്ള ഒരു അജണ്ട കൂടി ഇവർക്കുണ്ട്. അതുവരുടെ നിലനിൽപ്പിൻ്റെ കൂടി ഒരു പ്രശ്നമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ രീതിയിലുള്ള മൂവ്മെൻറ്റ് ഉണ്ടാകാറ്. പക്ഷേ ഇന്നത്തെ സുധീരൻ്റെ നീക്കം എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഈ തിരഞ്ഞെടുപ്പ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തിരിച്ചടി ഉണ്ടായിക്കഴിഞ്ഞാൽ മൂന്ന് പേർക്ക് ഒരുപോലെ ബാധകമാണ്. സുധീരൻ പറയുന്നത് ഞാൻ ഫ്ലെക്സിബിൾ ആയില്ലേ, ഞാൻ നിലപാടുകൾ പിന്നോട്ട് പോയല്ലോ, പിന്നെ എന്തുകൊണ്ട് പരാജയം നേരിട്ടു, നിങ്ങളാണ് ഉത്തരവാദി എന്ന് സുധീരന് വാദിച്ച് നിൽക്കാനുള്ള സ്പേസ് ഉണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ തീരുമാനം വളരെ കൃത്യമായി നൽകുന്ന സൂചന. ശ്രീ BRM ഷഫീർ, ഈ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ അടുത്ത സമയത്ത് K മുരളീധരൻ ഒരു അഭിപ്രായ പ്രകടനം നടത്തുകയുണ്ടായി. അതായത് കോൺഗ്രസിൻ്റെ നേതൃസ്ഥാനങ്ങളിലേക്ക് അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ്, പാർലമെൻറ്റ് സീറ്റുകളിലേക്കൊക്കെ മത്സരിക്കുന്നവരെല്ലാം കോൺഗ്രസിൻ്റെ ഒരുപാട് ഉന്നതരായ നേതാക്കൾ മാത്രമാണ്. സാധാരണക്കാരായ പ്രവർത്തകരോ സാധാരണക്കാരായ നേതാക്കളോ ഒന്നും ആ പരിസരത്തേക്ക് വരാനുള്ള സാഹചര്യമേ നിലനിൽക്കുന്നില്ല. ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലാണ് അല്ലെങ്കിൽ സംഘടനാ തെരഞ്ഞെടുപ്പിലാണ് കുറച്ചൊക്കെ സാധാരണക്കാരായ അല്ലെങ്കിൽ കുറേ കാലമായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് അവസരം ലഭിക്കുന്നത്. ആ അവസരം നിഷേധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് KPCC പ്രസിഡന്റ് പോകുന്നു എന്നാണ് K മുരളീധരൻ ആരോപിച്ചത്. എങ്ങനെ കാണുന്നു? ശ്രീ ഫക്രുദ്ദീൻ പറഞ്ഞതുപോലുള്ള വിഷയങ്ങളൊന്നും യഥാർത്ഥത്തിൽ കോൺഗ്രസിലില്ല.
കോൺഗ്രസ്സിൽ അങ്ങനെ ഒരു തരത്തിലുള്ള ഗ്രൂപ്പ് പോരാട്ടങ്ങളുമില്ല. ബഹുമാനായ ശ്രീ KPC പ്രസിഡന്റിനെതിരെ ഇവർ രണ്ടുപേരും കൂടി ഒരു പരാതി കൊടുത്തു എന്നൊക്കെ പറയുന്ന ഒരു സാങ്കല്പികമാണ്. ഇവിടുത്തെ പ്രശ്നം എന്തെന്നറിയോ? പുനഃസംഘടന നടത്തണമെന്ന് തീരുമാനമെടുത്തത് KPCയുടെ പ്രസിഡന്റ് ഒറ്റയ്ക്ക് എടുത്ത തീരുമാനമല്ല. ഇവിടെ കോൺഗ്രസ്സിൽ ഈ കഴിഞ്ഞ ഒരു 10 കൊല്ലമായി കോൺഗ്രസിനകത്ത് ഏറ്റവും അവസാനത്തെ 5 കൊല്ലക്കാലത്തിനിടയിൽ കോൺഗ്രസിനകത്ത് തീരുമാനമെടുക്കുന്നത് പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയും KPC പ്രസിഡന്റും ആഭ്യന്തരമന്ത്രിയും കൂടെ ചേർന്നുകൊണ്ടാണ്. ഇവർ മൂന്നുപേരും കൂടെ സംയുക്തമായിട്ട് ചേർന്നുകൊണ്ടാണ് കോൺഗ്രസ്സിൽ തീരുമാനമെടുക്കുന്നത്. ഇവർ മൂന്നുപേരും കൂടി ചേർന്നെടുത്ത AICCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ മുകുൾ വാസ്നിക്ക് വന്ന് 14 ജില്ലകളിൽ നിന്നും അഭിപ്രായം സ്വരൂപിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ KPCCയുടെ 9 എക്സിക്യൂട്ടീവുകൾ ചർച്ച ചെയ്തുകൊണ്ടാണ് ഇവിടെ സംഘടനാ തലത്തിൽ പുതിയ ആളുകളെ പോസ്റ്റ് ചെയ്യാൻ തീരുമാനമെടുത്തത്. ആ പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പുതിയ ആളുകൾ കടന്നു വരുന്നു. ഏകദേശം കാസർഗോഡ് ജില്ലയിലും വയനാട് ജില്ലയിലും ആ പ്രോസസ്സിംഗ് പൂർത്തിയായി. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ കോൺഗ്രസിൽ ഗ്രൂപ്പൊക്കെ ഉണ്ട്. രണ്ട് തരത്തിലുള്ള ആശയങ്ങൾ തമ്മിൽ പലപ്പോഴും സംഘടനകൾ ഉണ്ടാകാറുണ്ടെങ്കിലും ഒരു പൊതുവായ ലക്ഷ്യം വരുമ്പോൾ ഇതെല്ലാം ഒരുമിച്ച് നിൽക്കുന്നത് കോൺഗ്രസിൽ സ്വാഭാവികമായ ഒരു പ്രക്രിയ. ഇതിനകത്ത് അങ്ങനെ ഷഫീർ, യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മറച്ചു വെക്കുന്നത് ഒരു മാധ്യമത്തിന്റെ മുമ്പിൽ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നവരുടെ മുമ്പിൽ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. ഇപ്പോൾ കുറച്ചുകൂടി ആത്മാർത്ഥതയോടെ ഞാൻ പറയാം. അപ്പോൾ പുനഃസംഘടനാ പ്രോസസ്സ് തുടങ്ങി വെച്ച സ്ഥിതിക്ക് ഇനി ജില്ലയിൽ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അതുകൂടി പൂർത്തിയാക്കണമെന്ന് KPC പ്രസിഡന്റ് നിലപാടെടുത്തു. ആ നിലപാട് KPC എക്സിക്യൂട്ടീവ് നിലപാടാണ്. പക്ഷേ പ്രായോഗികമായി തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽ നിൽക്കുമ്പോൾ ഈ ഒരു മാറ്റമുണ്ടാകുന്നത് പലതരത്തിലുള്ള അസംതൃപ്തികളുണ്ടാക്കി വിജയസാധ്യതയെ ബാധിക്കുമോ എന്നൊരു ചിന്ത മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ഉണ്ടായി. അവർ സ്വാഭാവികമായിട്ട് ഇങ്ങനെ വന്ന് ഒരാവശ്യം ഉന്നയിച്ചു. ആവശ്യം ഉന്നയിച്ചപ്പോൾ സത്യത്തിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് ഇത് മാറ്റിവെക്കണമെന്ന് ഒരു നിർദ്ദേശവും നൽകിയിട്ടില്ല. പക്ഷേ പൊതുവായൊരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് എങ്ങനെ വേണമെന്ന് തീരുമാനമെടുക്കാതെ അത് ബാൻ ചെയ്തിരിക്കുകയാണ്. അല്ലല്ല താങ്കൾ പറഞ്ഞതിനോട് യോജിക്കാൻ നമുക്ക് തീർത്തും സാധിക്കില്ല. പ്രത്യേകിച്ചും നമുക്കറിയാം ഇന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ പറഞ്ഞൊരു കാര്യം നമ്മൾ ഹെഡ്ലൈൻസിൽ വരെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരിക്കലും ഒരുമിക്കുമെന്ന് കരുതാത്ത ഗ്രൂപ്പുകൾ ഒരുമിച്ച് നീങ്ങുന്നുവെന്നാണ് VM സുധീരൻ പറയുന്നത്. അതിന് നിമിത്തമായത് താനാണെന്നതിൽ സന്തോഷമുണ്ടെന്ന് സുധീരൻ പറഞ്ഞു. അല്ല, താങ്കൾക്ക് വേണ്ടി അതൊന്ന് കേൾപ്പിച്ചു തരാം. ശ്രീ സുധീരൻ പറഞ്ഞത് ഒന്ന് കേൾപ്പിച്ചു തരാം, പ്രേക്ഷകർ കൂടി ഒന്ന് കേൾക്കട്ടെ. പറയൂ സുധീരൻ പറഞ്ഞ കാര്യങ്ങൾ. ആര് വിചാരിച്ചാലും യോജിപ്പിക്കാൻ യോജിക്കില്ല എന്ന് കരുതിയ ഗ്രൂപ്പുകൾക്ക് യോജിക്കാമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് യോജിച്ചു? പിന്നെ അതിനാണെങ്കിൽ ഒരു പ്രത്യേക സന്തോഷം എനിക്കുള്ളത് ഒരു ചെറിയ നിമിത്തമാകാൻ എനിക്കൊരവസരം കിട്ടി എന്നുള്ളത് അതിനേക്കാളും സന്തോഷം കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ അതാണ് യാഥാർത്ഥ്യം. KPCC പ്രസിഡന്റ് വരെ ഉൾക്കൊള്ളുമ്പോൾ താങ്കളെ പോലുള്ള യുവ നേതാക്കൾ അതിനെ ഡിഫെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ പറയട്ടെ, കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപക്ഷെ AK ആന്റണി ഉൾപ്പെടെയുള്ളവർ പ്രതികരിക്കുന്നുണ്ട്. ആർക്കും കോൺഗ്രസിൽ ഒരുപാട് ജനാധിപത്യമുള്ള ഒരു പാർട്ടിയാണ് പറഞ്ഞോ. ഗ്രൂപ്പുകൾ തമ്മിൽ എന്തെങ്കിലും സംഘർഷങ്ങൾ ഇല്ല എന്ന് പറഞ്ഞോ? പുനഃസംഘടന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ലാന്ന് ഞാൻ പറഞ്ഞു. ഇല്ലല്ലോ, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പുനഃസംഘടന നടത്തണമെന്നും നടത്തണ്ടെന്നുള്ള പ്രോസസ്സിങ്ങിനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ അതൊരിക്കലും അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ സാധ്യതകളെ തകരുന്ന തരത്തിലായിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നെ ഇവിടെ ബഹുമാനപ്പെട്ട KPC പ്രസിഡന്റ് പറഞ്ഞതിൽ എന്താ കുഴപ്പം? ഇവിടെ ബഹുമാനപ്പെട്ട KPC പ്രസിഡന്റ് പറഞ്ഞ അഭിപ്രായം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു മുൻകൈ എടുത്തുകൊണ്ട് മുന്നോട്ട് വന്നപ്പോൾ രണ്ട് ഗ്രൂപ്പുകളും തമ്മിൽ ഈ കാര്യത്തിലെങ്കിലും ഒരുമിച്ച് പോകുന്നതിൽ സന്തോഷമെന്ന് പറയുന്നത് കേരളത്തിലെ ഒരു കാര്യം ഞാൻ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. അതായത് ഈ അഴിമതിക്കാരെ സംരക്ഷിക്കുന്നതിലാണ് ഇപ്പോൾ കോൺഗ്രസിലെ ഗ്രൂപ്പ് നേതാക്കൾ ഒന്നു ചേർന്നിരിക്കുന്നുള്ള ആരോപണത്തിന് കൺസ്യൂമർ ഫെഡിന്റെ കാര്യത്തിലാണെങ്കിലും കൺസ്യൂമർ ഫെഡിൽ സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിലാണെങ്കിലും കശുവണ്ടി തൊഴിലാളി കോർപ്പറേഷന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം ഗ്രൂപ്പ് വരുന്നത് എവിടെയാ? അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. പ്രതികരിക്കൂ. അല്ല, തീർച്ചയായും ഇവിടെ ഇപ്പം പ്രശ്നം വന്നിരിക്കുന്നത് അതോടെ സുധീരൻ ഈ പറഞ്ഞിട്ടുള്ള കൺസ്യൂമർ ഫെഡ് വിഷയത്തിലൊക്കെ തന്നെ ഈ മാണി വിഷയത്തിൽ എടുത്ത പോലെയുള്ള നിലപാടുമായിട്ട് മുന്നോട്ട് പോയെന്ന് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ മാണിയുടെ വിഷയത്തിൽ സുധീരൻ അങ്ങനെ നിലപാടെടുത്ത ഒരു കാരണമുണ്ട്. അത് മറ്റൊരു രാഷ്ട്രീയ കക്ഷിയായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമാണ് മുന്നണിയിൽ. ഇത് സുധീരൻ്റെ തന്നെ പാർട്ടിയിലെ പ്രശ്നമാണ്. സ്വാഭാവികമായിട്ട് സുധീരൻ ഇടപെട്ടല്ലേ പറ്റുള്ളൂ. സുധീരൻ ഇടപെട്ടിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ചോദിക്കുകയായിരുന്നു എന്തെന്ന ആദർശനിഷ്ഠയാണ് സുധീരനുള്ളതെന്ന് ചോദിക്കുകയായിരുന്നു. അതിനുള്ള സ്വന്തം നിലപാടുകൾ വളരെ കൃത്യമായി ഈ കാര്യത്തിൽ വ്യക്തമായിക്കൊണ്ട് സ്വന്തം നില സുരക്ഷിതമാക്കിക്കൊണ്ട് നടത്തിയ ഇടപെടലാണ്. ഈ ഇടപെടൽ കേരളത്തെ പൊതുസമൂഹം സുധീരന്റെ കൂടെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത് അഴിമതിക്കെതിരെയുള്ള ഫൈറ്റ് ആയതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഇടയ്ക്കുന്നത്? ഈ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ എന്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടി അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല അവരെ പിന്തുണയ്ക്കുന്ന ആളുകൾ ശക്തമായി രംഗത്ത് വരുന്നത്? കോൺഗ്രസിന്റെ അഴിമതിയുടെ പ്രതിച്ഛായ മാറി കിട്ടണം അവർക്ക് താല്പര്യമില്ല. എങ്കിലല്ലേ 4 കാശ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ കൺസ്യൂമർ ഫണ്ടിന്റെ വിഷയത്തിലായിരുന്നാലും റവന്യൂ ഭൂമി പതിച്ചു കൊടുക്കുന്ന വിഷയത്തിലായിരുന്നാലും അതിനേക്കാൾ വലിയൊരു വിഷയം പറയട്ടെ. ഇപ്പോൾ ഈ കൺസ്യൂമർ ഫെഡ് വിഷയത്തിൽ സുധീരൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? എന്താണ്? അറിയില്ല.
CBI അന്വേഷണത്തിന് നീക്കം നടത്തി തുടങ്ങി. CBI അന്വേഷണത്തിനെ കേരളത്തിലെ KPC പ്രസിഡന്റ് സ്വാഗതം ചെയ്താൽ എന്താണ് തെറ്റ്? അഴിമതിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച, അതാണ് പ്രശ്നം. ഞാൻ അതാണ് പറഞ്ഞേ, അഴിമതി കാണിച്ചെങ്കിൽ അയാൾ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കാൻ വേണം. അത് തന്നെയാണ് കോൺഗ്രസിന്റെ നിലപാട്. ആഭ്യന്തരമന്ത്രിയുടെ നിലപാട് അത് തന്നെ, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ നിലപാട് അത് തന്നെ. അത് KPC പ്രസിഡന്റ് കുറച്ച് ആക്കത്തോടു കൂടി ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് പറഞ്ഞു എന്നുള്ളതാണ് അതിനകത്ത് പ്രാധാന്യം. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെയും അതുപോലെ ആഭ്യന്തരമന്ത്രിയുടെ നിലപാട് ഈ കാര്യത്തിൽ KM മാണി ഇപ്പോൾ എവിടെ കിടക്കുകയും വസ്തുത അന്വേഷണ റിപ്പോർട്ടൊക്കെ നമ്മൾ കണ്ടാണല്ലോ, അതിൽ വളരെ കൃത്യമായി പറയുന്നുണ്ടല്ലോ. അത് മാത്രമല്ല, അങ്ങനെ വൈറ്റ് വാഷ് ചെയ്യുന്നു വേണ്ട. ഇന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പറഞ്ഞൊരു കാര്യം, ജനങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് ഈ ഗ്രൂപ്പ് നേതാക്കൾ കൈയോർന്ന് കണ്ടിട്ട് ജനങ്ങൾ അയ്യേ എന്ന് മൂക്കത്ത് വിരൽ വെച്ച് പറയുന്നു. ഒരിക്കലും ഒരുമിക്കുമെന്ന് കരുതാത്ത ഗ്രൂപ്പുകൾ ഇപ്പോൾ ഒരുമിച്ചു എന്ന് VM സുധീരൻ KPCC പ്രസിഡന്റ് തന്നെ പറയുന്നു. അതാണ് ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു കാര്യം, ഇപ്പോൾ ആസന്നമായിരിക്കുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഈ കാലഘട്ടത്തിൽ പാർട്ടിക്ക് നേതൃത്വമില്ലാതെ, അല്ലെങ്കിൽ ശ്രീ ഷഫീറിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ താഴേക്കിടയിലൊക്കെ തെരഞ്ഞെടുപ്പ്, സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നു, പക്ഷേ DCC ഇല്ല, പഴയ DCC തന്നെയാണ്. ഒരു രീതിയിലും സംഘടനാപരമായി യാതൊരു ഒരു അടച്ചുറപ്പുമില്ലാത്ത ഒരു സംവിധാനത്തിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന ഒരു കോൺഗ്രസ് പാർട്ടിയാണ് ഇനി കാണാൻ പോകുന്നത്. ഏതായാലും ഉത്തരവാദിത്തത്തിൽ നിന്ന് VM സുധീരൻ ഒഴിഞ്ഞു മാറിക്കഴിഞ്ഞു. എങ്ങനെ കാണുന്നു? ഇനിയിപ്പോൾ തോറ്റാലും കുഴപ്പമില്ല. ഷഫീർ അല്ല, പുനഃസംഘടന നടത്തിയത് കൊണ്ടാണ് പരാജയപ്പെടുന്നതെങ്കിൽ ഇവിടെ വയനാട്ടിലും കാസർഗോഡും പരാജയപ്പെടണ്ടേ? പുനഃസംഘടന നടത്തണമെന്ന് കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് ഇന്നലെ പരസ്യമായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിലെ ചെറുപ്പക്കാരുടെയും പുതുതലമുറയെ ഇഷ്ടപ്പെടുന്നവരുടെയും പുതിയ ആളുകൾ 10, 15, 20 കൊല്ലമായി ഒരേ സ്ഥാനത്തിരുന്നു കൊണ്ട് 1, 2 സ്ഥാനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ മാറി പുതിയ ആളുകൾ വരുമ്പോൾ ഒരു പുതിയ ജലാശയമല്ലേ? നമുക്ക് നമ്മുടെ വിലപ്പെട്ട സമയമാണല്ലോ, വിലപ്പെട്ട സമയമായതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഈ സുധീറിന്റെ കൂടെ ആൾക്കാർ കൂടുന്നുണ്ടോ, അതോ IA തന്നെ ഒതുങ്ങി കൂടുകയാണ്? അതൊരു മുള്ളു വെച്ചുള്ള ചോദ്യമാണ്. അതിനകത്ത് അയാളുടെ കൃത്യമായ അർത്ഥം ഗ്രൂപ്പ് ഉണ്ടോ എന്നല്ലേ ചോദിച്ചത്? അല്ലല്ല, VM സുധീറിന്റെ ഗ്രൂപ്പ് പ്രബലമായോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയല്ല, ഈ പുനഃസംഘടന നടത്തണം എന്ന ഒരു ധാരയിലേക്ക് യുവാക്കളും പുതിയ ആളുകളും ചെറുപ്പക്കാരും ഇത് ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന പാർട്ടി പ്രവർത്തകർക്കും ഇത് ആഗ്രഹമുണ്ട്. അതിന് പ്രത്യേകിച്ച് ഗ്രൂപ്പൊന്നുമല്ല. അത് കേരളത്തിലെ PCC പ്രസിഡന്റിനോടൊപ്പമുള്ള ഒരു ആഭിമുഖ്യമായിട്ട് അത് വന്നിട്ടുണ്ട്. അതെ, സ്വാഭാവികമായിട്ടും ഇതിൻ്റെ സുധീരൻ്റെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, സാധാരണ കോൺഗ്രസ്സുകാരൻ്റെ ഫീൽ അനുസരിച്ചാണ് അദ്ദേഹം പെരുമാറുന്നത്. ഇപ്പോൾ സാധാരണ കോൺഗ്രസ്സുകാർക്ക് ഇവർക്ക് കുറച്ച് പള്ളിയിലച്ചന്മാരും അല്ലെ സാമുദായിക നേതാക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന, കച്ചവടക്കാരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന രണ്ടാം കിട കോൺഗ്രസ് നേതാക്കന്മാർക്കും പിന്നെ ഉമ്മൻചാണ്ടി, രമേശിനെ പോലെ ആളുകൾക്കാണ് ഈ ഗ്രൂപ്പ് കൊണ്ട് കാര്യമുള്ളൂ. സാധാരണ കോൺഗ്രസ്സുകാരൻ വിചാരിക്കുന്നത് അവന് ഏറ്റവും വലിയ CPM-ഉം BJP ഒക്കെ ആണ്. അപ്പോൾ കേന്ദ്രത്തിൽ ഓൾറെഡി തകർന്നിരിക്കുകയാണ്. അപ്പം അവനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇനി ഈ ഗ്രൂപ്പ് കളിക്കുക, ഇങ്ങനെ ഈ വൃത്തികെട്ട രീതിയിലുള്ള ബ്ലാക്ക് മെയിലിംഗ് കേസും അതുപോലെ തന്നെ ഇത് ഇപ്പം വന്നിട്ട് കൺസ്യൂമർ ഫെഡ് കേസൊക്കെ അതുപോലെ കേസുകൾ വന്നു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ സാധ്യത പിന്നെ അബദ്ധമാവും എന്നുള്ള തോന്നലുണ്ട്. ആ ഒരു തോന്നലിൽ നിന്നാണ് അവരെല്ലാം തന്നെ മനസ്സുകൊണ്ട് സുധീരൻ്റെ കൂടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നത്തിൽ എനിക്ക് തോന്നുന്നു ആളുകൾ സാധാരണ കോൺഗ്രസ് സുധീരൻ്റെ കൂടെ, പിന്നെ ഈ ഗ്രൂപ്പ് കളിക്കുന്ന ആളുകളെ അത് സാങ്കേതികമായിട്ട് എക്സിക്യൂട്ടീവിലൊക്കെ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ ഏത് പാർട്ടിക്കും പറ്റും, നമുക്കറിയാവുന്ന കാര്യം. അല്ല, കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പിലൂടെ ഉയർന്നു വന്ന തന്നെ MLA മന്ത്രിയായ ചരിത്രങ്ങളുണ്ട്. അതുണ്ട്, അത് കേട്ടുകേൾവിയില്ലാത്ത ആൾക്കാരെ പോലും അതുണ്ട്. സ്വന്തം കഴിവുകേടുകൾ മറച്ചു വെക്കാൻ വേണ്ടി ഓരോരുത്തർ പറയുന്ന കാര്യം. പണ്ടൊക്കെ ഗ്രൂപ്പ് ഉണ്ട്, ബാലഗംഗാധര തിലകനെ ഗോഖലന്റെ നേതൃത്വത്തിലാണ് ആദ്യത്തെ ഗ്രൂപ്പ് ഉണ്ടായി. അതെന്തുകൊണ്ടാണ്? ബ്രിട്ടീഷുകാരോട് തീവ്രമായ സമീപനം വേണം, ബ്രിട്ടീഷുകാരുടെ മിതമായ സമീപനം വേണം എന്നുള്ള രണ്ട് അഭിപ്രായ ഗതികൊണ്ടാണ്. ഇന്നതല്ല. പിന്നെ കരുണാകരന്റെ കാലത്ത് കൂടുതൽ പ്രായോഗിക സമീപനം വേണം, ആന്റണി കൂടുതൽ ആദർശപരമായ സമീപനം വേണം എന്നുള്ളതാണ്. ഇന്നതല്ല, കംപ്ലീറ്റ്ലി പ്രായോഗികമാണ് രാഷ്ട്രീയം. അതിൽ ഗ്രൂപ്പ് വേണം എന്ന് പറയുന്നത് സത്യത്തിൽ സ്വന്തം കഴിവുകേടുകൾ മറച്ചേക്കാൻ എളുപ്പം കയറിപ്പോയി ചിലർ കണ്ടുപിടിച്ച വഴിയാണ്. കഴിവായിരിക്കണം ഒരാൾ കയറിപ്പോകാനുള്ള മാനദണ്ഡം. ആ ഒരു തരത്തിലേക്ക് കോൺഗ്രസ് മാറിയാൽ ഇന്ത്യയിൽ ഈ കോൺഗ്രസ് ആനന്തര കാലഘട്ടത്തിൽ കോൺഗ്രസ് നിലനിൽക്കാൻ പറ്റുള്ളൂ. അത് ഞാൻ മനസ്സിലാക്കി രാഹുൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, സുധീരൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ കൊള്ളാം, ഈ സാധനം നിന്നു. ഏതായാലും നമുക്ക് ഈ വിഷയം അവസാനിപ്പിച്ച് അടുത്ത വിഷയത്തിലേക്ക് കടക്കാം. സീരിയൽ നടനായ ഗജേന്ദ്ര ചൗഹാനെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികൾ നടത്തി വന്നിരുന്ന നിരാഹാര സമരം ഇന്ന് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പ് നൽകിയെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ആ സമരം അവസാനിപ്പിച്ച സാഹചര്യത്തിൽ ഇനി അങ്ങോട്ട് ഇവരുടെ ആവശ്യങ്ങൾ, ഗജേന്ദ്ര ചൗഹാനെ പോലുള്ള ഒരാളെ BJP സർക്കാർ ചെയർമാൻ സ്ഥാനത്ത് അവരോധിച്ച ആ നടപടിയിൽ നിന്ന് പിന്മാറുമെന്നുള്ള ഒരു നേരിയ പ്രതീക്ഷ മാത്രമാണ് വിദ്യാർത്ഥികൾക്കുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ റിപ്പോർട്ട് കണ്ടതിന് ശേഷം ചർച്ചയിലേക്ക് വരാം. കഴിഞ്ഞ 18 ദിവസങ്ങളിലായി പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് വിദ്യാർത്ഥികൾ അനിശ്ചിതകാല നിരാഹാര സമരത്തിലായിരുന്നു. ഗജേന്ദ്ര ചൗഹാനെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റാതെ നിരാഹാര സമരം അവസാനിപ്പിക്കില്ലെന്ന നിലപാടായിരുന്നു വിദ്യാർത്ഥികൾക്ക്. അനിശ്ചിതകാല നിരാഹാരത്തിൽ തുടർന്ന വിദ്യാർത്ഥികളുടെ നില കൂടുതൽ അപകടത്തിലേക്ക് നീങ്ങുകയും ചെയ്തു. ഇതിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ വിദ്യാർത്ഥികളോട് സമരം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ ചർച്ചയ്ക്ക് തയ്യാറാകാതെ നിരാഹാരം അവസാനിപ്പിക്കില്ലെന്ന് വിദ്യാർത്ഥികളും. ഇതിനെ തുടർന്നാണ് കേന്ദ്ര സർക്കാർ 29-ന് ബോംബെ ഫിലിം ഡിവിഷനിൽ വച്ച് ചർച്ചയ്ക്ക് തയ്യാറെന്നറിയിച്ച് വിദ്യാർത്ഥി പ്രതിനിധിക്ക് മെയിൽ അയച്ചത്.
ഇതിനെ തുടർന്നാണ് അനിശ്ചിതകാല നിരാഹാര സമരം അവസാനിപ്പിക്കാൻ വിദ്യാർത്ഥികൾ തീരുമാനിച്ചതെന്നും പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് വിദ്യാർത്ഥി ഷൈനി പീപ്പിൾ ടിവിയോട് പറഞ്ഞു. സ്ട്രൈക്ക് തീർന്നില്ല, ഹങ്കർ സ്ട്രൈക്ക് മാത്രം കോൾ ഓഫ് ചെയ്യുന്നു. കാരണം അവര് മിനിസ്ട്രിന്ന് വന്ന കഴിഞ്ഞ ആഴ്ച വന്ന ലെറ്ററിൽ സ്ട്രൈക്കോ ഹങ്കർ സ്ട്രൈക്കോ കോൾ ഓഫ് ചെയ്ത് ക്ലാസ് തുടങ്ങിയാൽ മാത്രമേ മീറ്റിംഗ് നടക്കും. അപ്പം അന്ന് പറഞ്ഞിരുന്നു. അപ്പൊ നമ്മൾ ഇന്നലെ ഞാൻ ലെറ്റർ അയച്ചു, സ്ട്രൈക്ക് കോൾ ഓഫ് ചെയ്യാനും ക്ലാസ്സിൽ പോകാനും പറ്റില്ല, ഹങ്കർ സ്ട്രൈക്ക് വേണേ കോൾ ഓഫ് ചെയ്യാം, പക്ഷെ അപ്പൊ നിങ്ങൾ ഞങ്ങൾക്ക് ഒരു ഡേറ്റ് തരണം. എന്നാൽ പഠിപ്പ് മുടക്കു സമരം വിദ്യാർത്ഥികൾ തുടരും. വിദ്യാർത്ഥികളുടെ സമരം 100 ദിവസം പിന്നിടുകയാണ്. വിദ്യാർത്ഥികളുടെ നിലപാട് സർക്കാർ അംഗീകരിച്ചില്ലെങ്കിൽ സമരം കൂടുതൽ ശക്തമാക്കുമെന്നും വിദ്യാർത്ഥികൾ വ്യക്തമാക്കി. മനീഷ് ശങ്കരൻ, ന്യൂസ് ബ്യൂറോ, ദില്ലി. നമ്മൾ ഈ സമരത്തെ ഫാഷിസത്തിനെതിരെയുള്ള ഒരു മാതൃകാ സമരമായാണ് പൊതുസമൂഹം ഏറ്റെടുത്തത്. എങ്കിൽ പോലും ഈ സമരം ഒരു വിജയപ്രാപ്തിയിൽ എത്തിയില്ല എന്നുള്ള ദുഃഖകരമായ വാർത്ത. അതേസമയം വിദ്യാർത്ഥികൾ സമരം പിൻവലിക്കേണ്ട അവസ്ഥയിലേക്ക് നിർബന്ധിതരായിരിക്കുന്നു. നമ്മോടൊപ്പം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനായി ശ്രീ അജയൻ അഡാട്ട്, അതായത് സമരരംഗത്തുള്ള പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥിയാണ്. ഒപ്പം ചലച്ചിത്ര താരം ശ്രീ വിനയ് ഫോർട്ട്, അദ്ദേഹം പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പാസ്സായി വന്ന വിദ്യാർത്ഥിയാണ്. ശ്രീ ശ്രീജിത്ത് പൊയിൽക്കാവ്, അദ്ദേഹം പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലെ റിസർച്ച് ഫെലോ ആണ്. ഇത്രയും പേര് നമ്മുടെ നിലവിലുള്ള അതിഥികളെ കൂടാതെയുണ്ട്. BJP-യിൽ നിന്ന് പ്രതികരണത്തിനായി അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണനെയും നമ്മൾ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ അജയനിലേക്ക്. അജയൻ ടെലിഫോൺ ലൈനിലുണ്ടെങ്കിൽ ഈ സമരം അവസാനിപ്പിച്ചത് പല സമരങ്ങൾക്കും ഉണ്ടായ ആ ഒരു ദുരനുഭവം പോലെ തന്നെയല്ലേ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുക? ആവശ്യപ്പെട്ട കാര്യം, ഗജേന്ദ്ര ചൗഹാനെ പോലുള്ള ഒരു സീരിയൽ നടൻ അദ്ദേഹത്തെ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചെയർമാൻ സ്ഥാനത്തേക്ക് അവരോധിച്ച ആ ഫാഷിസ്റ്റ് നടപടിക്കെതിരെയുള്ള മാതൃകാപരമായ സമരം ഇങ്ങനെ ഇല്ലാതായി പോകുന്ന ഒരു സാഹചര്യം എങ്ങനെ കാണുന്നു? ആദ്യമായി തന്നെ ക്ലാരിഫൈ ചെയ്യാനുള്ളത്, സമരം തീർന്നിട്ടില്ല, സമരം പിൻവലിച്ചിട്ടുമില്ല. കഴിഞ്ഞ 108 ദിവസമായിട്ട് നടന്നു വന്നിരിക്കുന്ന സമരമാണിത്. അപ്പോൾ അതിൽ കഴിഞ്ഞ 18 ദിവസമായിട്ട് അനിശ്ചിതകാല നിരാഹാര സമരമാണ് നടന്നു വന്നിരുന്നത്. അതിൽ ഓൾമോസ്റ്റ് 11 വിദ്യാർത്ഥികൾ ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിഞ്ഞു. അതിൽ ഹിമാൻഷു ശേഖർ എന്ന് പറഞ്ഞൊരു വിദ്യാർത്ഥി കഴിഞ്ഞ 18 ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയി നിരാഹാരം സത്യാഗ്രഹത്തിലാണ്. അപ്പോ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പുണ്ടായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞങ്ങള് മന്ത്രിസഭയിൽ നിന്ന് ആളുകളെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ചർച്ച ചെയ്യാനായിട്ട് ക്ഷണിച്ചപ്പോൾ അവര് അത് നിരാകരിക്കുകയുണ്ടായത്. അവർ ചർച്ച ചെയ്യാൻ പോലും തയ്യാറില്ല, നിങ്ങൾ സമരം നിരുപാധികമായി പിൻവലിക്കണം, എന്നാലേ ചർച്ച ചെയ്യുള്ളൂ എന്നുള്ളൊരു നിലപാടിലേക്ക് അവർ എത്തി. കാര്യങ്ങൾ ഒരു സ്റ്റേൽമേറ്റിലേക്ക് നീങ്ങി. അപ്പോൾ അതിനെ സോൾവ് ചെയ്യുക എന്നുള്ളൊരു അർത്ഥത്തിൽ ഒരു പോസിറ്റീവ് ജസ്റ്റർ കാണിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഹങ്കർ സ്ട്രൈക്ക് പിൻവലിക്കുന്നു. അത് ഒരൊറ്റ ഡിമാൻഡിലാണ് ഹങ്കർ സ്ട്രൈക്ക് പിൻവലിച്ചത്. ഹങ്കർ സ്ട്രൈക്ക് പിൻവലിക്കുകയാണെങ്കിൽ ഇവിടെ ഞങ്ങൾ ഡൽഹിയിലേക്ക് വരില്ല, നിങ്ങൾ ഇവിടെ വന്ന് സ്റ്റുഡൻസിനോട് ചർച്ച ചെയ്യണം എന്നുള്ള ഒരു ഡിമാൻഡിലാണ്. അപ്പൊ ആ ചർച്ചയാണ് നടക്കാൻ പോകുന്നത്. ചൊവ്വാഴ്ച ഫിലിംസ് ഡിവിഷന്റെ ഓഫീസിൽ വെച്ചിട്ട് കാലത്ത് 11 മണിക്ക് ആ ചർച്ച നടക്കും. 5 വിദ്യാർത്ഥി പ്രതിനിധികൾ അതിൽ പങ്കെടുക്കുകയും ചെയ്യും. ഞങ്ങളുടെ ഡിമാൻഡ് ഇപ്പോഴും ഞങ്ങൾ സമരം തുടങ്ങിയ ദിവസമുള്ള അതേ ഡിമാൻഡുകൾ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. സമരം മുന്നോട്ട് പോകുന്നുണ്ട്. അജയൻ, ഒരു കാര്യം കൂടെ, ഈ സമരത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ ചോദിച്ചോട്ടെ. അതായത് നമ്മൾ പഠിക്കുന്ന സ്ഥാപനം അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൻ്റെ തലപ്പത്ത് ആര് വരണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റുന്ന ഒരു ഭൗതിക സാഹചര്യം നിലനിൽക്കാത്ത ഒരു അന്തരീക്ഷമാണ് നമ്മുടെ നാട്ടിലുള്ളത്. മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ അവരുടെ ഇഷ്ടക്കാരെ പല താക്കോൽ സ്ഥാനങ്ങളിലും അവരോധിക്കുന്ന ഒരു ചരിത്രവും കൂടി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ സമരത്തിൻ്റെ പ്രസക്തിയെ പറ്റിയുള്ള വിമർശനാത്മകമായ ചോദ്യങ്ങളോട് എങ്ങനെയാണ് നിങ്ങൾ പ്രതികരിക്കുക? അതിൽ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് 1961 നിലവിൽ വന്നതിന് ശേഷം 2015 വരെ ഇതുവരെ ഒരു പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ഇവിടുത്തെ അക്കാദമിക് സ്ട്രക്ചറിനകത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇതിൽ മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ അവർക്ക് ഇഷ്ടമുള്ള ആളുകളെ അപ്പോയിന്റ് ചെയ്തിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അവരാരും ഡയറക്റ്റായി ഒരു രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ആളുകളായിരുന്നില്ല. അവരെല്ലാവരും ചലച്ചിത്ര പ്രവർത്തകരോ അക്കാഡമീഷ്യൻസോ അല്ലെങ്കിൽ എഴുത്തുകാരോ ആർട്ടിസ്റ്റുകളോ, ആർ.കെ. ലക്ഷ്മണനെ പോലെയുള്ള ആളുകൾ, അടൂർ ഗോപാലകൃഷ്ണനെ പോലെയുള്ള ആളുകൾ, അല്ലെങ്കിൽ അതായത് ഇവിടുത്തെ ചെയർമാൻ പദവി എന്ന് പറയുന്നത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റ് അല്ല, അതൊരു വിഷണറിയാണ്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അക്കാഡമിക്സ് ഉൾപ്പെടെയുള്ള ഫ്യൂച്ചർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഡിസൈഡ് ചെയ്യുന്ന ഒരു ആളാണ്. സിലബസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ട് ഇടപെടുന്ന ഒരു ആളാണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അഡ്മിഷൻ ക്രൈറ്റീരിയ, അവിടെ ആര് പഠിപ്പിക്കണം, എന്ത് പഠിപ്പിക്കണം തുടങ്ങിയ കാര്യങ്ങളിൽ കൃത്യമായിട്ട് സ്റ്റേക്കുള്ള ഒരാളാണ്. അതാണ് ആളുകൾക്ക് മനസ്സിലാവാത്തത്. ഇതൊരു സെൻസർ ബോർഡ് പോലെയോ, അതായത് ഇതൊരു പാറ്റേൺ ആണല്ലോ, ഇതിപ്പോ STAയിൽ മാത്രം നടന്നൊരു കാര്യമല്ല. ഇവരെ അപ്പോയിന്റ് ചെയ്യുന്ന ആളുകൾ ക്വാളിഫൈഡ് അല്ലാത്ത, ടെക്നിക്കലി കൂടി ക്വാളിഫൈഡ് അല്ലാത്ത ആളുകളാണ് എന്നുള്ളതാണ് വേറൊരു ദുരന്തം. ഇപ്പൊ പേലജ് നിലാനിയെ പോലെയുള്ള ഒരാൾ സെൻസർ ബോർഡിൽ അപ്പോയിന്റ് ചെയ്യപ്പെടുന്നു, സെൻസർ ബോർഡിന്റെ ഹെഡായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ അയാൾ എന്താണ് ജീവിതത്തിൽ സിനിമയായിട്ട് അയാൾക്ക് എന്താണ് ബന്ധം? അയാൾ വന്നിട്ട് അദ്ദേഹം എടുത്ത നിലപാടുകൾ തന്നെ നോക്കിയാൽ ബോംബെ ഉൾപ്പെടെയുള്ള വാക്കുകൾ 21 വാക്കുകളാണ് സിനിമയിൽ നിന്ന് നിരോധിച്ചത്. അതായത് ബാൻ ചെയ്യുന്നവരുടെ ഒരു കൾച്ചർ. കമൽ സ്വരൂപിനെ പോലെയുള്ള ഒരാളുടെ ഡോക്യുമെന്ററി അവർ ബാൻ ചെയ്യുന്നു. അപ്പൊ അത്തരത്തിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. പക്ഷെ FTAയിൽ ഇത് ബാധിക്കുന്നത് ഡയറക്റ്റ്, ഇതൊരു വിദ്യാഭ്യാസ സ്ഥാപനം
സ്ഥാപനമാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ ഒരു പാൽ സൊസൈറ്റിയിലോ ഒരു സഹകരണ ബാങ്കിലോ നിങ്ങളുടെ അനുകൂലമായ ഒരു രാഷ്ട്രീയ നേതാവിനെ കൊണ്ടിരുത്തുന്നത് പോലെയല്ല. ഇതൊരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ഇവിടെ സിനിമ പഠിപ്പിക്കുന്ന സ്ഥലമാണ്. അപ്പൊ ഇവിടെ അക്കാഡമിക്കലി കൂടി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ വേണമെന്നുള്ളതാണ് അതിന്റെ അകത്ത് കാര്യം. അജയൻ ദയവായി ടെലിഫോൺ ലൈനിൽ തുടരുക. ഇവർ പറയുന്ന ഈ അവസ്ഥകൾക്കൊപ്പം തന്നെ ശ്രീ ഫക്രുദ്ദീൻ അലി, നമുക്കറിയാം ഈ സമരം മുന്നോട്ട് വയ്ക്കുന്ന വിഷയങ്ങൾ, പ്രത്യേകിച്ച് BJP സർക്കാർ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം പല സാംസ്കാരിക സ്ഥാപനങ്ങളിലും അതോടൊപ്പം തന്നെ ഇതുവരെ മാതൃകയല്ലാത്ത രീതിയിലുള്ള ഫാഷിസ്റ്റ് ഇടപെടലുകൾ, പ്രത്യേകിച്ച് ക്വാളിഫൈഡ് അല്ലാത്ത ആളുകളെ അക്കാഡമിക് പോസ്റ്റുകളിലേക്ക് നിയമിക്കുന്ന ഒരു സാഹചര്യം, അത് എത്രമാത്രം നമുക്ക് ഗുണകരമാവും? നമ്മുടെ ഇതിലിപ്പോൾ അജയൻ പറഞ്ഞതിനോട് ഒരു വിയോജിപ്പുള്ള സംഭവം എന്ന് വെച്ചാൽ സഹകരണ സ്ഥാപനങ്ങൾ പോലെ അല്ല ഇത്. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു JNU ഡൽഹി യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുന്നത് ഒരു അക്കാദമികമായ സ്ഥാപനം എന്ന് പറയുന്നു. ഫാസിസ്റ്റുകൾ അവരുടെ മെയിൻ ടാർഗറ്റാണ് അക്കാദമികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും. കാരണം ഇപ്പോൾ ഞാനും അജയനൊക്കെ ഉള്ള ഒരു ജനറേഷൻ, നമ്മുടെ ജനറേഷൻ്റെ ഒരു ബോധമുണ്ട്. അത് നമ്മൾ നിലവിലുള്ള ശാസ്ത്രീയമായ ഒരു സിലബസ് പഠിച്ചു വന്നതിൻ്റെ ബോധമാണ്. ഈ ബോധം ഇവരുടെ വികൃതമായിട്ടുള്ള ജിങ്കോയിസ്റ്റിക് ആയിട്ടുള്ള നേഷനലിസ്റ്റ് ഫാസിസ്റ്റ് അജണ്ടയെല്ലാം തന്നെ വെറുപ്പോടെ കാണുന്ന ഒരു ബോധമാണ് നമ്മുടേത്. അല്ല, അതിനെ ചോദ്യം ചെയ്യുന്ന ഒരു ബോധമാണ്. ഇതിനെ അവർക്ക് മാറ്റണം. ഇതിനെല്ലാം അംഗീകരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു എന്ന് വെച്ചാൽ ഇന്ത്യക്കാരനാണ് എയറോപ്ലെയിൻ കണ്ടുപിടിച്ചത്, ഇവിടുത്തെ സന്യാസിമാർ സൂപ്പർസോണിക് വേഗം മുമ്പ് സഞ്ചരിച്ചു എന്ന തരത്തിലുള്ള കള്ളക്കഥകളൊക്കെ ശാസ്ത്രീയമായ സത്യമായിട്ട് നമ്മളൊക്കെ അംഗീകരിക്കണം. അതിന് എന്ത് ചെയ്യണം? കുട്ടിക്കാലം തൊട്ടേ കുട്ടികളെ പഠിപ്പിച്ചു കൊണ്ടുവരണം. വിദ്യാഭ്യാസത്തിൻ്റെ ഓരോ രംഗത്തും, അത് പ്രൈമറി സ്കൂൾ തൊട്ടിട്ട് യൂണിവേഴ്സിറ്റി തല എല്ലാ തലങ്ങളും ഇടപെടുന്നത്. അതുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള അജണ്ട തന്നെയാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ഇനിയിപ്പം BJPയിൽ കഴിവുള്ള ആളുകൾ ഇല്ലായിട്ടാണ് ഇപ്പോൾ ശത്രുഘ്ന സിൻഹ ഇല്ലായിട്ടല്ലല്ലോ അദ്ദേഹത്തെ വെക്കാത്തത്. കാരണം കഴിവുള്ള ആളുകൾക്ക് എന്ത് തന്നെ ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഒരു പരിധി കൂടുതൽ ഇത്തരം വൃത്തികേടുകളോ ഇത്തരം ആഭാസത്തരങ്ങളോ ഒന്നും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. അവരതിനെ ചോദ്യം ചെയ്യും, ഏത് പാർട്ടിയിലാണെങ്കിലും. അപ്പം മീഡിയോ കേസാണ് ഈ പ്രശ്നമില്ല. കാരണം മീഡിയോക്കിന് സ്വന്തമായ നിലനിൽപ്പില്ല, അവന് നട്ടലില്ല. അവൻ മറ്റാരെങ്കിലും ഡിപ്പെൻഡ് ചെയ്തേ കഴിയുള്ളൂ. അവൻ ഒരാളുടെ ചട്ടുകമായി എളുപ്പം വർത്തിക്കും. അതുകൊണ്ടാണ് ഗജേന്ദ്ര ചൗഹാൻ, ഇതിപ്പം ഞാനും അജയനും ഉൾപ്പെടെയുള്ള ആളുകൾ പക്ഷേ ഇതിനെ എതിർക്കുന്നത്. ശത്രുഘ്ന സിൻഹ വന്നാൽ ഞങ്ങൾ എതിർക്കില്ല. മുമ്പ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്തുകൊണ്ടിരുന്നതാണ് എന്തെന്ന് അവരവരുടെ ആളുകൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ഇരുത്തും. പക്ഷേ നിങ്ങൾക്ക് അതിനുള്ള ക്വാളിറ്റി ഉണ്ടോ എന്നുള്ളതാണ്. ഈ മനുഷ്യന് ആ ഒരു ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് എതിർക്കപ്പെടുന്നത്. നമ്മോടൊപ്പം പ്രമുഖ ചലച്ചിത്ര താരം ശ്രീ വിനയ് ഫോർട്ട് ചേരുന്നു. വിനയ് ഫോർട്ട് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രോഡക്റ്റ് ആണ്. ശ്രീ വിനയ് ഫോർട്ട്, നമ്മൾ ചോദിക്കുന്നത് ഗജേന്ദ്ര ചൗഹാനെ പോലുള്ള ഒരാൾ ചെയർമാനായി വരുന്ന പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പഠനം എത്രമാത്രം അവിടുത്തെ വിദ്യാർത്ഥികൾക്കോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മാതൃകയായിരിക്കും? പ്രത്യേകിച്ചും ഇത്തരം ഒരു സമരത്തെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? ശ്രീ വിനയ് ഫോർട്ട്. അതോടൊപ്പം തന്നെ കോഴിക്കോട് സ്റ്റുഡിയോയുടെ ശ്രദ്ധയ്ക്ക് ശ്രീ ശ്രീജിത്ത് പൊയിൽക്കാവിനുമായിട്ടുള്ള ടെലിഫോണിൽ എന്തോ പ്രശ്നമുണ്ട്. ദയവ് ചെയ്ത് പരിഹരിച്ചാൽ നമുക്ക് ആ ചർച്ചയിൽ ശ്രീജിത്തിനെ കൂടി ഉൾപ്പെടുത്താൻ സാധിക്കും. കോഴിക്കോട് സ്റ്റുഡിയോ. ശ്രീ വിനയ് ഫോർട്ട് ടെലിഫോൺ ലൈനിലുണ്ടോ? ഓക്കെ, തിരിച്ചു വരാം. അഡ്വക്കേറ്റ് BRM ഷഫീർ, താങ്കൾ ഒരുപക്ഷെ ഈ കഴിഞ്ഞ കുറേ കാലഘട്ടങ്ങളായി NDA സർക്കാർ വളരെ കുറച്ചു കാലം ഭരിച്ചിട്ടുള്ള ഒരു കേന്ദ്ര ഗവൺമെൻറ്റാണ് നമുക്കുള്ളത്. UPA സർക്കാർ തന്നെയായിരുന്നു, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു UPA സർക്കാർ ഭരിച്ചിരുന്നത്. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരുപാട് പ്രഗത്ഭമതികളും അതിൻ്റെ ചെയർമാൻ സ്ഥാനത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടാകുന്ന ഈ നിരാശ, ഇതിനെ എങ്ങനെ കാണുന്നു? ഇതിപ്പോൾ വളരെ വ്യക്തമല്ലേ? തങ്ങൾ അധികാരത്തിലിരിക്കുമ്പോൾ തങ്ങളെ എതിർക്കുന്ന എല്ലാ ശബ്ദങ്ങളെയും മുദ്രാവാക്യങ്ങളെയും അടിച്ചമർത്തുക എന്നുള്ളതാണ് ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാരിൻ്റെയും സംഘപരിവാറിൻ്റെയും ഒരു അജണ്ട. ഇവർ അക്കാഡമിക് സ്ഥാപനങ്ങളെല്ലാം ഒന്നൊന്നായിട്ട് പിടിച്ചെടുത്തുകൊണ്ടിരിക്കുക. ഏറ്റവും അവസാനം ഇപ്പോൾ ഒരു മൂന്നാം കിട പടത്തിൽ മാത്രം അഭിനയിച്ച ഖുലി കിഡ്കി എന്ന് പറയുന്ന ഒരു മൂന്നാം കിട പടത്തിൽ മാത്രം അഭിനയിച്ച DR ചോപ്രയുടെ ഒരു മഹാഭാരത സീരിയലിലെ ഒരു യുധിഷ്ഠിര കഥാപാത്രം മാത്രമായി ജനങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുള്ള ശ്രീ ഗജേന്ദ്ര ചൗധരിയെ എടുത്ത് നിയമിച്ചിരിക്കുകയാണ്. ഗജേന്ദ്ര ചൗഹാനെ നിയമിച്ചിരിക്കുകയാണ്. ഗജേന്ദ്ര ചൗഹാൻ ഇരുന്ന കസേര ആരുടേതാണെന്ന് BJP മനസ്സിലാക്കണം. ഇവിടെ ശ്രീ രാധാകൃഷ്ണൻ മറുപടി പറയുന്നത് ഞാൻ പ്രതീക്ഷിക്കുക. ആരൊക്കെയാണ് ഇരുന്നത്? ജ്ഞാനപീഠം ജേതാവായിരുന്ന ശ്രീ ഗിരീഷ് കർണാട്, 16-ൽ പരം വരുന്ന അന്തർദേശീയ അവാർഡുകൾ നേടിയ അടൂർ ഗോപാലകൃഷ്ണൻ, അതുപോലെ തന്നെ നോബൽ സമ്മാൻ ജേതാവായ ശ്രീ UR അനന്തമൂർത്തി, അതുപോലെ ശ്രീ സെയ്ദ് അക്സർ മിക്സ ഉൾപ്പെടെയുള്ള വൻകിടക്കാരായ ലോകമറിയുന്ന പ്രഗത്ഭമതികളിരുന്ന കസേരയിൽ ഇന്നിവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്ന ഒരു മൂന്നാം കിട സീരിയൽ താരത്തിനെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുക. ഇതിനകത്ത് അദ്ദേഹത്തിന് ഒരൊറ്റ ക്വാളിഫൈഡ് ഉള്ളൂ എന്നുള്ളതാണ്. ഇതാണെന്നറിയോ? മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് ശ്രീ നരേന്ദ്രമോദി എന്ന് പരസ്യമായ ഒരു ഇലക്ഷൻ വേദിയിൽ പ്രസംഗിച്ചു എന്നുള്ള ഒറ്റ കാരണത്താലാണ് അദ്ദേഹത്തെ കൊണ്ടുവച്ചിരിക്കുന്നത്. ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇത് മുമ്പ് UPA ഇരുന്ന ഘട്ടങ്ങളിലെല്ലാം ഒന്നും തന്നെ ഇങ്ങനെയുള്ള നിയമനങ്ങൾ നടന്നിട്ടില്ല. 1976 ശ്രീമതി ഇന്ദിരാഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ നിയമിച്ചതെന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധിക്കെതിരെ പരസ്യമായി സിനിമാ നിർമ്മാണം നടത്തിയ ഋത്വിക് കട്ടക്കിനെയാണ് ഇന്ദിരാഗാന്ധി അവിടെ നിയമിച്ചത്.
ശ്രീ അടൽ ബിഹാരി വാജ്പേയി RSSനെ പ്രകീർത്തിക്കുന്ന നേതാവാണ്. പക്ഷേ മഹാനായ അടൽ ബിഹാരി വാജ്പേയി വെച്ചത് സോഷ്യലിസ്റ്റായ UR അനന്തമൂർത്തിയാണ് വെച്ചത്. ഇപ്പോൾ ഡോക്ടർ മൻമോഹൻ സിംഗ് UR അനന്തമൂർത്തിയെ തുടരാൻ പറഞ്ഞു. ഇവിടുത്തെ പ്രശ്നം ഗജേന്ദ്ര ചൗഹാനെ നിയമിച്ചതിലൂടെ ഭൗതിക സ്ഥാപനങ്ങൾ ഒന്നൊന്നായിട്ട് പിടിച്ചെടുക്കാനുള്ള RSSൻ്റെ അജണ്ടയാണ്. ഏറ്റവും അവസാനം നമ്മൾ കണ്ടല്ലോ, ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ പഠിക്കണമെന്ന് പറയുന്ന പിന്നെ NCERTയുടെ സിലബസ് നിശ്ചയിക്കുന്ന, രാജ്യത്തിലെ ജനങ്ങളുടെ മക്കൾ പഠിക്കുന്ന കരിക്കുലം നിശ്ചയിക്കാനുള്ള സമിതിയുടെ ചെയർമാനായിട്ട് അവർ വെച്ചിരിക്കുന്നത് പിന്നെ ഷഫീർ, നമുക്കൊരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. അതിന് മുമ്പേ ഒരു കാര്യം താങ്കളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ തന്നെ ഒരു പ്രോ വൈസ് ചാൻസലർ പറഞ്ഞ കാര്യം താങ്കൾക്കറിയാം. പച്ച ഇട്ടതുകൊണ്ടാണ് തനിക്ക് ഈ സ്ഥാനം ലഭിച്ചതെന്ന് പറഞ്ഞ സംസ്ഥാനമാണ് കേരളം. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികൾ നിരാഹാര സമരം മാത്രമാണ് അവസാനിപ്പിച്ചതെന്ന് അവിടുന്ന് സമരത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥിയായിട്ടുള്ള അജയൻ അഡാട്ട് അറിയിച്ചിരിക്കുന്നത് നമുക്കറിയുകയും ചെയ്യാം. 3 വിദ്യാർത്ഥികളാണ് 17 ദിവസമായി നിരാഹാര സമരം നടത്തിയിരുന്നത്. ആ 3 വിദ്യാർത്ഥികൾ ഇന്ന് സമരം അവസാനിപ്പിച്ചിരിക്കുന്നു. ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന കേന്ദ്ര സർക്കാർ ഉറപ്പിനെ തുടർന്നാണ് വിദ്യാർത്ഥികൾ സമരം അവസാനിപ്പിച്ചത് എന്നുമാണ് നമുക്കറിയാൻ സാധിച്ചത്. വിദ്യാർത്ഥികളുടെ ആവശ്യം, പ്രധാനപ്പെട്ട ആവശ്യം, ഗജേന്ദ്ര ചൗഹാനെ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നുള്ളതാണ്. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ഭരണ നിർവഹണത്തിൽ മാത്രം ഗജേന്ദ്ര ചൗഹാനെ ഒതുക്കി നിർത്തിക്കൊണ്ടുള്ള ഒരു ഫോർമുല മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഗവേണിംഗ് കൗൺസിലിൽ വിദ്യാർത്ഥി പ്രാതിനിധ്യം നിർദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ ഈ നിർദ്ദേശങ്ങളെല്ലാം സെപ്റ്റംബർ 4 തന്നെ കേന്ദ്ര ഗവൺമെൻറ് അറിയിച്ചിരുന്നതാണ്. വിദ്യാർത്ഥികൾ അത് അംഗീകരിച്ചിരുന്നില്ല. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾ ആ സമരം അവസാനിപ്പിച്ചിരിക്കുന്നു. നമുക്കറിയാം, ഈ ഒരു വിഷയം നമ്മൾ ഇപ്പോൾ ചർച്ചയ്ക്ക് എടുക്കുന്നത് സമരങ്ങളുടെ തീക്ഷ്ണത പലപ്പോഴും ഈ ഫാസിസ്റ്റ് ശക്തികളുടെ മുമ്പിൽ ഉറച്ചു നിന്നുകൊണ്ട് പോരാട്ട മുഖത്ത് നിൽക്കാനുള്ളൊരു ശേഷി പലപ്പോഴും പല സമരങ്ങൾക്കും സാധിക്കാതെ പോകുന്നു. ആ ഒരു കാരണം കൂടെ അന്വേഷിക്കുന്നത് കൊണ്ടാണ് ഈ ചർച്ച ഇന്നിവിടെ പ്രസക്തമാകുന്നത്. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികളുടെ സമരം ഒരുപക്ഷെ ഗജേന്ദ്ര ചൗഹാനെ മാറ്റിയതുകൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തെ മാറ്റാതിരുന്നത് കൊണ്ടോ ഏതെല്ലാം തരത്തിലാണ് അത് നമുക്ക് മാതൃകയാവുന്നത്, എങ്ങനെയാണ് കാണുന്നത്? ഇതേ ചോദ്യം തന്നെ താങ്കളുടെ മറുപടിക്ക് ശേഷം ശ്രീജിത്ത് പോയിൽക്കാവ് കൂടെ പറയുമെന്ന് പ്രതീക്ഷിക്കും. അല്ല, തീർച്ചയായിട്ടും ഫാസിസം അവർക്ക് പിന്നെ 3-2 മെജോറിറ്റിയോ അബ്സല്യൂട്ട് മെജോറിറ്റി എന്ത് തരത്തിലുള്ള മെജോറിറ്റി കിട്ടിക്കഴിഞ്ഞാലും ജനങ്ങളെല്ലാം അവരുടെ ഡിക്റ്റേറ്റ് അങ്ങ് അംഗീകരിക്കും എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഫാസിസത്തിന് എപ്പോഴുണ്ട്. അത് നടക്കില്ല എന്ന് വളരെ കൃത്യമായി പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾ നൽകിയ വളരെ കൃത്യമായിട്ടുള്ള സന്ദേശം തന്നെയാണ് സമരം. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. മാത്രമല്ല, ഈ സമരം ഇങ്ങനെ നീണ്ടുപോയപ്പോൾ എനിക്ക് ആദ്യം എനിക്ക് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിച്ച ഒരാളെന്നില്ല, ആ കുട്ടികളുടെ അവരുടെ പഠനത്തിൻ്റെ രീതിയും സെമസ്റ്റർ സംവിധാനവും കാര്യങ്ങളും എല്ലാം വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്. ഇതിങ്ങനെ നീണ്ടുപോയി കഴിഞ്ഞാൽ അത് അവരുടെ ഭാവിയെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കും. സ്വാഭാവികമായിട്ടും ഇതൊരു യുദ്ധകാലമൊന്നുമല്ല, നമ്മൾ മനസ്സിലാക്കണം. ഫാസിസം വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ നമ്മളെ റെസിസ്റ്റ് ചെയ്യും. ഒരു യുദ്ധകാലത്തൊക്കെയാണ് നമുക്ക് മരണം വരെ സമരം ചെയ്യാം, സമരം ചെയ്താൽ നമുക്ക് മരിക്കാം. ഇന്ന് നമുക്ക് സമവായത്തിലുള്ള സാധ്യതകൾ തുറന്നു കിട്ടേണ്ട ആവശ്യം കൂടിയുണ്ട്. അതിന് കേന്ദ്ര ഗവൺമെൻറ് വില്ലിംഗ് ആയപ്പോൾ ആ കുട്ടികൾ ഒരു അനുരഞ്ജനത്തിന് തയ്യാറായി എന്നുള്ള നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അവർ വളരെ കൃത്യമായിട്ടൊരു സന്ദേശം അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കൊല്ലാം, പക്ഷെ തോൽപ്പിക്കാനാവില്ല. അതാണ് വളരെ കൃത്യമായിട്ട് ആ ഒരു സന്ദേശം നിലനിൽക്കുമ്പോൾ തന്നെ ശ്രീജിത്ത് പോയിൽക്കാവ്, താങ്കൾ ഒരുപാട് സമരമുഖത്ത്, പ്രത്യേകിച്ച് താങ്കൾ സ്കൂൾ ഓഫ് ഡ്രാമയിലെ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ മുന്നോട്ടെടുത്തുകൊണ്ട് സാംസ്കാരിക മണ്ഡലത്തിൽ സമരമുഖത്ത് ഉള്ള ഒരു വ്യക്തിയായിരുന്നു താങ്കൾ. ഇപ്പോൾ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലെ നാടകത്തിൻ്റെ റിസർച്ച് ഫെലോ കൂടിയാണ്. ഈ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഈ വിദ്യാർത്ഥി സമരത്തെ എങ്ങനെയാണ് പൊതു സമൂഹം, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് കലാപഠന രംഗത്തുള്ള വിദ്യാർത്ഥികൾ നോക്കിക്കാണുന്നത്? എത്രമാത്രം ഐക്യദാർഢ്യം നൽകാൻ സാധിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഈ സമരത്തോട്? ഇത് പ്രധാനമായിട്ടും ഇവിടെ ഉണ്ടായിരുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിദ്യാഭ്യാസം ഒരു പങ്കുവെക്കലിൻ്റെ ഇടമായി മാറുന്ന സമയത്ത് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസത്തെ പണ്ടത്തെ ഗുരുകുല സമ്പ്രദായത്തിലേക്കും അത്തരത്തിലുള്ള രീതികളിലേക്കും മാറ്റി എല്ലാ സ്ഥലങ്ങളെയും കാവ്യവൽക്കരിക്കാനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. അത്തരത്തിലുള്ള ശ്രമത്തിനെതിരെയുള്ള ഒരു ചെറുത്തുനിൽപ്പ് എന്ന രീതിയിൽ ഇതൊരു പരാജയമായിട്ടല്ല കാണുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ISഉം RSSഉം അതുപോലെ BJP ഒക്കെ ഒരേ അച്ചിൽ വാർത്തെടുത്ത്, അതായത് IS പറയുന്നു രാത്രി സ്ത്രീകൾ പുറത്തിറങ്ങരുത്, അതുപോലെ തന്നെ ഇവിടെ പിന്നെ BJPയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രി പറയുന്നു സ്ത്രീകൾ പുറത്തിറങ്ങരുത്. ഇതൊക്കെ ഒരേ അച്ചിൽ വാർത്തെടുത്ത ഒരു സംഘടനാ പ്രവർത്തന രീതിയാണ് ഇവർ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഗജേന്ദ്ര സിംഗ് ചൗഹാൻ എന്ന് പറയുന്ന ആള് വളരെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അയാളെ പ്രൊഫൈൽ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ റേഡിയോഗ്രാഫി പഠിച്ചിട്ടുള്ള ഒരാളാണോ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തലപ്പത്തിരിക്കേണ്ടത്? അതേപോലെ തന്നെ ഈ സമരങ്ങൾ, അതായത് വിദ്യാർത്ഥികൾക്ക് സ്വാഭാവികമായിട്ടും പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതായത് ഒരു സ്ഥാപനത്തിൻ്റെ ചുമതലയുള്ള അല്ലെ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകളുമായിട്ട് വിദ്യാർത്ഥികൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം.
പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിലുള്ള പിന്നെ ഒരാളുമായിട്ട് ഗജേന്ദ്ര സിംഗ് ചൗഹാൻ എന്നൊക്കെ പറയുന്ന മൂന്നാംകട സീരിയൽ നടനൊക്കെ ആയിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും? അവിടുത്തെ മിക്ക വിദ്യാർത്ഥികളെയും നേരിട്ടും അല്ലാതെയും ഒക്കെ എനിക്കറിയാം. ഞാൻ അവരും കൂടി ഒരുപാട് സൗഹൃദങ്ങളുണ്ട്. ഈ സമയത്തൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ ഒരു വേവ് ലെങ്ത് വെച്ചിട്ട് ഒരു സ്ഥാപനത്തിൻ്റെ HOD-യോട് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ ചെയർമാനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതായത് ഭഗവത്ഗീതയും മഹാഭാരതവും ഒക്കെ അല്ലെങ്കിൽ രാമായണമൊക്കെ ചരിത്ര പുസ്തകങ്ങളാണ്. അത്തരത്തിലുള്ള സാധനങ്ങളാണ് ചരിത്രത്തിൻ്റെ ഭാഗം. രാമനും കൃഷ്ണനും ഒക്കെ ജീവിച്ചിരുന്നു എന്ന് പറയുന്ന ഒരു നയരേഖയുള്ള ഒരു RSS പോലെ അല്ലെങ്കിൽ BJP പോലെയുള്ള ആളുകൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വളരെ ഒട്ടും പോസിറ്റീവ് അല്ലാതെ ഒട്ടും പ്രോഗ്രസീവ് അല്ലാതെ പിന്നെ മൊത്തം സാംസ്കാരിക മേഖലയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പ് എന്നുള്ള രീതിയിൽ ഇപ്പം അടുത്ത് തന്നെ JNUവിലെ VC പ്രശ്നം നമുക്കറിയാവുന്നതാണ്. JNUവിൽ VC ആയിട്ട് നിയമിക്കാൻ പോകുന്ന ഒക്കെ പൊളിറ്റിക്കൽ നോമിനീസ് ആയിരിക്കാം. പക്ഷേ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ നിയമിക്കുകയും അവർക്ക് ഒരു രാഷ്ട്രീയ സ്വഭാവം എന്നതിനപ്പുറം വിദ്യാഭ്യാസത്തിലാണെങ്കിൽ JNUവിൻ്റെ VC ആയിട്ട് നിയമിക്കുന്ന ആൾക്ക് ആ ഒരു കാവ്യ മുഖമില്ലാത്തവരെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള രാഷ്ട്രീയ കൃത്യമായിട്ടുള്ള കളർ ഇല്ലാത്തവരെ നിയമിക്കാൻ പറ്റിയല്ല. എല്ലാവരും ഒരു രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നു. പക്ഷേ നേരിട്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ഗജേന്ദ്ര സിംഗ് ചൗഹാൻ അതേപോലെ തന്നെ സുബ്രഹ്മണ്യ സ്വാമിനെ പോലെയുള്ള ആൾക്കാരെയൊക്കെ നേരിട്ട് പിന്നെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ തലപ്പത്തിരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ അത് വർക്ക് ചെയ്യുന്നത് പണ്ട് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ള പോലെ തന്നെ പണ്ട് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ പിന്നെ നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് വിദ്യാഭ്യാസം എപ്പോഴും ഒരു ഇംഗ്ലീഷുകാരനെ വാർത്ത. ഇതിന് ഒരുപക്ഷെ BJP-യുടെ പ്രതിനിധി തന്നെ മറുപടി പറയാം. അതിന് മുമ്പായി ശ്രീ വിനയ് ഫോർട്ട് നമ്മളൊപ്പം ചേരുന്നു. വിനയ് ഫോർട്ട്, ഗജേന്ദ്ര ചൗഹാനെ പോലുള്ള ആളുകൾ, പ്രത്യേകിച്ച് RSS മുഖമുള്ള അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ച ഒറ്റ ഇതുകൊണ്ട് ക്വാളിഫിക്കേഷൻ കൊണ്ട് മാത്രം പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചെയർമാൻ സ്ഥാനത്തേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് എത്രമാത്രം ഈ രംഗത്ത്, അതായത് പ്രത്യേകിച്ച് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രസക്തിയെക്കുറിച്ച് വരെ വളരെയധികം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എത്രമാത്രം വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ പുതുതായി വരുന്ന കലാകാരന്മാർക്ക് അത് ഗുണകരമാവും? അല്ലെങ്കിൽ ഈ ഒരു ഫാഷിസ്റ്റ് ഇടപെടലിനെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ശ്രീ വിനയ് ഫോർട്ട്. ഇപ്പോ ഞാൻ വ്യക്തിപരമായിട്ട് ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കോ എതിരല്ല. എനിക്ക് അതിനെക്കുറിച്ച് കാര്യം, എനിക്ക് ഉള്ള രാഷ്ട്രീയം എന്റേത് മാത്രമാണ്. പക്ഷെ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ സംസാരിക്കുമ്പോൾ, ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് 8-9 പ്രാവശ്യം എൻട്രൻസ് എഴുതി ഇവിടെ അഡ്മിഷൻ വാങ്ങുന്ന ആളുകളുണ്ട്. അതായത് ഇന്ത്യയിലെ അല്ലെങ്കിൽ ഏറ്റവും ഒരുപാട് കലാകാരന്മാരുടെ സ്വപ്നമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ഒരുപാട് സെലക്ഷൻ പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് 10-12 പേർക്ക് 1000 ആളുകളിൽ നിന്നൊക്കെയാണ് നമുക്ക് സെലക്ഷൻ കിട്ടുന്നത്. അപ്പോൾ നമ്മളുടെ ഒരു ചെയർമാനായി നിൽക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും അല്ലെങ്കിൽ നമ്മളോട് റിലേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും കഴിവുള്ള ഒരാളായിരിക്കണം ചെയർമാൻ സ്ഥാനത്ത് ഇരിക്കുന്നത് എന്നുള്ളൊരു അതാണ് നമ്മളുടെ ഒരു പ്രയോറിറ്റി. അല്ലാതെ അപ്പോ ഇദ്ദേഹത്തിന് അത് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് കാര്യം. അടൂർ ഗോപാലകൃഷ്ണനും മൃണാൾ സെന്നും ഋത്വിക് ഘട്ടകിനെ പോലെയുള്ള ലോകം കണ്ട ഏറ്റവും മികച്ച ഫിലിം മേക്കേഴ്സ് ഇരുന്ന കസേരയിലാണ് ഇദ്ദേഹം ഇരിക്കുന്നത്. അല്ലെങ്കിൽ എന്താ പറയാ, കഴിഞ്ഞ 100 ദിവസമായിട്ട് ഈവൻ ഹങ്കർ സ്ട്രൈക്ക് ഉണ്ടാകുന്നു. അല്ലെങ്കിൽ ഇന്ത്യയുടെയും അല്ലെങ്കിൽ പുറത്തുള്ള എല്ലാ ഫിലിം മേക്കേഴ്സും എല്ലാ കലാകാരന്മാരും ഇതിനെതിരെ പ്രതികരിച്ചിട്ടും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഒരു റെസൊല്യൂഷൻ ഉണ്ടാകുന്നില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു വെള്ളരിക്ക പട്ടണത്തിനോ പോലെ അങ്ങനത്തെ ഒരു സമീപനമാണ് ഉണ്ടാകുന്നത്. നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ എന്താ പറയാ? മനസ്സിലായി, വളരെ കൃത്യമാണ്. അതായത് ഇത്തരം കാര്യങ്ങളിൽ മറ്റ് സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പോലെയല്ല, അല്ലെങ്കിൽ സിനിമ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിൽ റിലേറ്റ് ചെയ്യാൻ സാധിക്കണം. വിനയ് ഫോർട്ട് പറഞ്ഞ പോലെ. ശ്രീ ഗോപാലകൃഷ്ണൻ, എന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അല്ലെങ്കിൽ അത്ര ക്വാളിറ്റിയുള്ള ക്രീം ഓഫ് സ്റ്റുഡൻസ് ആണ് അവിടെയുള്ള. അവരുടെ പ്രശ്നം മനസ്സിലാക്കണമെങ്കിൽ ആ ഒരു ക്വാളിറ്റിയുള്ള നമ്മളെ ഗൈഡ് ചെയ്യാൻ, എന്നെ നയിക്കാൻ, എന്നെ ഗൈഡ് ചെയ്യാൻ ക്വാളിറ്റിയുള്ള ഒരു സിനിമ ആയിരിക്കണം. അല്ലെങ്കിൽ ആ ഒരു ലെവലുള്ള ഒരാളായിരിക്കണം ഇരിക്കേണ്ടത്. വളരെ കൃത്യം, മനസ്സിലായി. ശ്രീ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ടെങ്കിൽ, ഈ BJP കേന്ദ്രം ഭരിക്കുന്ന സമയത്ത് BJP-യുടെ ആളുകളെ വെക്കുന്നത് ഇപ്പോൾ ശ്രീ ഫക്രുദ്ദീൻ അലിയൊക്കെ പറഞ്ഞ പോലെ ശത്രുഘ്നൻ സിൻഹയെ പോലുള്ള പ്രഗത്ഭരായ ആളുകൾ അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ തങ്ങളുടെ കഴിവ് തെളിയിച്ച ഒട്ടേറെ BJP അനുഭാവികൾ ഉള്ള ഒരു കാലഘട്ടത്തിലാണ് ഗജേന്ദ്ര ചൗഹാനെ പോലെയുള്ള ഓഡിയോഗ്രാഫി പഠിച്ച ഒരാളെ കൊണ്ടുവന്ന് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർമാൻ സ്ഥാനത്ത് അവരോധിക്കുന്നത്. അതാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. വിദ്യാർത്ഥികളുടെ ന്യായമായ ആവശ്യമായിട്ട് തന്നെ അതിനെ കാണേണ്ടി വരില്ലേ? ഇത് വിദ്യാർത്ഥികളുടെ ഒരു ന്യായമായ ആവശ്യമാണെന്ന് പറയുന്നത് ഒരു അർത്ഥമില്ല. ഒരാളെ പോസ്റ്റ് ചെയ്യുന്നത് ആ പോസ്റ്റ്
ചെയ്യേണ്ട ആളുകളുടെ അധികാരമാണ്. വിദ്യാർത്ഥികൾ അധികാരമല്ല. വിദ്യാർത്ഥികൾ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ ശത്രുഘ്നൻ സിൻഹയെ പോസ്റ്റ് ചെയ്യുമ്പോൾ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടേക്കാം. അപ്പൊ അടുത്ത വിഭാഗം ആളുകൾ പറയും ധർമ്മേന്ദ്ര വേണമെന്ന്, അതിനടുത്ത വിഭാഗം ആളുകൾ പറയും അമിതാഭ് ബച്ചൻ വേണമെന്ന്. അങ്ങനെ വിദ്യാർത്ഥികളുടെ താല്പര്യം അനുസരിച്ച് പോസ്റ്റ് നടത്താൻ ഇന്ത്യയിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലും ഇന്ത്യയിലെ ഒരു ഭരണാധികാരികൾക്കും കഴിയില്ല. അത് ഭരണാധികാരികളാ തീരുമാനിക്കുക കഴിവുണ്ടോ ഇല്ലയോ എന്ന്. കഴിവില്ല എന്ന് തെളിയിക്കപ്പെട്ടാൽ മാറ്റേണ്ടി വരും. കഴിവുണ്ടോ ഇല്ലയോ എന്ന് ഒരാൾ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഒരാൾ ഭരിക്കുവാൻ ഇരിക്കുന്നതിന് മുമ്പ് എങ്ങനെ നിർവചിക്കപ്പെടും? ശ്രീ ഗോപാലകൃഷ്ണൻ ഒന്ന് ഇടപെട്ട് പറഞ്ഞു. നമ്മൾ പറയാറുണ്ട് കുമാരനാശാനൊക്കെ ഇരുന്ന സ്ഥാനത്താണ് വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗം ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്നത്. അതുപോലെയാണ് അടൂർ ഗോപാലകൃഷ്ണനും മൃണാൽ സെന്നും ഒക്കെ കൈകാര്യം ചെയ്തിരുന്ന പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർമാൻഷിപ്പിലാണ് ഇപ്പോൾ ഗജേന്ദ്ര ചൗഹാൻ വന്നത്. അതാണ് പ്രശ്നം. മറ്റൊരു BJP കാരൻ വരുന്നതല്ല അവരുടെ പ്രശ്നം. സംസാരിക്കല്ലേ? പറയൂ. അതായത് നിങ്ങൾ ഈ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇതിനു മുമ്പും സമരം നടന്നിട്ടുണ്ട്. ഇതിനു മുമ്പും ഇതേ ആവശ്യം പോലെ 3 മാസവും 4 മാസവും സമരം നടന്നു. എല്ലാ കാലഘട്ടത്തിലും ഫക്രുദ്ദീൻ പറഞ്ഞല്ലോ കൊല്ലാം, പക്ഷെ തോൽപ്പിക്കാനാവില്ല. ഇവര് സ്ഥിരം തോറ്റുകൊണ്ടിരുന്നവരാണ് ഓരോരോ വിഷയത്തിൽ. ഈ സമരത്തിന്റെ പിന്നിൽ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിന് അടിസ്ഥാനത്തിലാണ് ഈ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ സമരത്തിൽ ഒരു കാരണവശാലും ഒരു കോംപ്രമൈസിന് സർക്കാർ ചെയ്യാത്തത്. രാഷ്ട്രീയമല്ലായിരുന്നുവെങ്കിൽ ഇതായിരുന്നില്ല. ഗജേന്ദ്ര ചൗഹാൻ വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ നടപടികളോ അദ്ദേഹത്തിന്റെ സമീപനങ്ങളോ അദ്ദേഹം നയിക്കുന്നതോ തെറ്റാണെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാം. അത് ചൂണ്ടിക്കാണിക്കുവാനുള്ള അവകാശം അവിടുത്തെ വിദ്യാർത്ഥികൾക്കുണ്ട്. ശ്രീ ഗോപാലകൃഷ്ണൻ, താങ്കൾ പറയുന്ന രാഷ്ട്രീയമാണെന്ന് താങ്കൾ പറയുമ്പോൾ പോലും ഒരു സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾ ഒന്നടങ്കം സമരരംഗത്തേക്ക് വന്നൊരു സാഹചര്യമുണ്ട്. നരേന്ദ്രമോദിയെ പുകഴ്ത്തി അതുകൊണ്ട് അദ്ദേഹം വരാൻ പാടില്ല. ഇത് രാഷ്ട്രീയമാണ്. ഈ രാഷ്ട്രീയ സമീപനത്തോട് ഒരു കാരണവശാലും BJP-കാരന് അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല. എന്ന് മാത്രമല്ല RSS ആളുകൾ എവിടെ വരാൻ പാടില്ല. ISHR RSS ആളുകൾ വന്നു, ISHR BJP ആളുകൾ, ഇവരൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമേ വരാൻ പാടുള്ളൂ. BJP ആളുകൾക്ക് ഈ നാട്ടില് സ്വതന്ത്രമായിട്ട് ജനാധിപത്യത്തിൽ വിശ്വസിച്ച് ഞങ്ങളെ ജയിപ്പിച്ചിട്ട്. ശ്രീ ഗോപാലകൃഷ്ണൻ, താങ്കൾക്ക് തോന്നുന്നുണ്ടോ ശ്രീ ഗജേന്ദ്ര ചൗഹാൻ BJP-യുടെ ആളാണോ? BJP ആണോ? ശ്രീ ഗജേന്ദ്ര ചൗഹാൻ BJP ആണോ? എനിക്ക് ഗജേന്ദ്ര ചൗഹാൻ BJP ആണോ RSS ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞല്ലോ നരേന്ദ്രമോദിയെ പുകഴ്ത്തിയത് കൊണ്ടാണ് അദ്ദേഹത്തെ വെക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നരേന്ദ്രമോദിയെ പുകഴ്ത്തുന്നത് പാടില്ല. ദയവായി തുടരുക. നമുക്ക് ഈ ചർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. നമ്മൾ ന്യൂസ് ആൻഡ് വ്യൂസിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികളുടെ മാതൃകാപരമായ സമരം അതിന്റെ ഒരു ഘട്ടം കഴിഞ്ഞിരിക്കുന്നു. നിരാഹാര സമരം അവർ അവസാനിപ്പിച്ചതായി റിപ്പോർട്ട്. അതായത് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു എന്നാണ്. അതേസമയം ഇന്ന് നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത BJP നേതാവ് ശ്രീ B ഗോപാലകൃഷ്ണൻ പറയുന്നത് ഒരു കാരണവശാലും ന്യായീകരിക്കത്തക്കതായിട്ടുള്ളൊരു സമരമേ അല്ലാതെ BJP ഭരിക്കുമ്പോൾ BJP-യുടെ ആളുകൾ തന്നെ അവിടെ അവർ തീരുമാനിക്കും, അല്ലാതെ വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ ഇടതുപക്ഷക്കാരോ മാത്രമല്ല ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടതെന്നാണ്. ശ്രീ BRM ഷഫീർ, ഇടതുപക്ഷം ഒരിക്കലും കേന്ദ്രം ഭരിച്ചിട്ടില്ല, പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നേതൃസ്ഥാനത്തും ഇരുന്നിട്ടില്ല. അത്തരം കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ പോലും വളരെയധികം കഴിവുള്ള ആളുകളെ, പ്രഗത്ഭമതികളെ അവരോധിച്ചിട്ടുള്ള ഒരു സ്ഥാനമാണ് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചെയർമാൻഷിപ്പ്. ഇപ്പോൾ ശ്രീ ഗോപാലകൃഷ്ണൻ പറയുന്ന പോലെ ആണെങ്കിൽ അപ്പോൾ ഇത് വേറൊരു തലത്തിലേക്കല്ലേ പോകുന്നത്? പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർമാൻ ആരാവണം എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ തീരുമാനിക്കും എന്നുള്ളതാണ്. അതെ, ഇപ്പോൾ ഗോപാലകൃഷ്ണന്റെ ഭാഷയിലെ ഒരു ഫാസിസ്റ്റ് പ്രയോഗം കണ്ടില്ലേ? ഞങ്ങളിരിക്കും, ഞങ്ങൾ തീരുമാനിക്കും, നിങ്ങളാരാ ചോദിക്കാൻ? ജനാധിപത്യത്തിൽ ഞങ്ങൾ BJP-ക്കാരെ വയ്ക്കും. ഞങ്ങൾ കോൺഗ്രസ്സുകാർക്ക് പറയാനുള്ളത് ഞങ്ങൾ കോൺഗ്രസ്സുകാരെ വയ്ക്കും എന്നുള്ളതല്ല. ഞങ്ങൾ കോൺഗ്രസ് പലരെയും വെച്ചിട്ടുണ്ട്, പക്ഷേ തനി കോൺഗ്രസ്സുകാർ വരണം എന്നുള്ളതല്ല ഞങ്ങൾ കാണുന്നത്. ബഹുമാനപ്പെട്ട ശ്രീ ഗോപാലകൃഷ്ണൻ മനസ്സിലാക്കേണ്ടത്, ഇതേ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞങ്ങൾ കോൺഗ്രസിൻ്റെ ആളുകൾ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് വെച്ചത് ഇന്ദിരാഗാന്ധി എതിർത്ത ഋതിക് കട്ടക്കിനെയാണ്, അല്ലാതെ കോൺഗ്രസ്സുകാരനല്ല. അതുപോലെ തന്നെ നിങ്ങളുടെ നേതാവായ ശ്രീ വാജ്പേയി വെച്ചത് ആരെയാ? UR അനന്തമൂർത്തിയെയാണ്. അദ്ദേഹം BJP അല്ലല്ലോ. ഏറ്റവും അവസാനം ഇങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും അവസാനം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് BJP-ക്കാരെ പ്രതിഷ്ഠിക്കാനുള്ള വഴികൾ എവിടെ വെക്കണമെന്നതിനെ സംബന്ധിച്ച് അക്കാഡമിക് ക്വാളിഫിക്കേഷൻ നിങ്ങൾ നോക്കുന്നില്ല. നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ ഇവിടെ ഹിന്ദു ക്ഷേത്രങ്ങളിൽ മാത്രമേ പ്രതിഷ്ഠയുള്ളൂ, മുസ്ലിം പള്ളികളിലും ചർച്ചുകളിലൊന്നും തന്നെ പ്രതിഷ്ഠ ഇല്ലാത്തതുകൊണ്ട് അതൊരു ദേവാലയമായി കാണണ്ട എന്ന് പരസ്യ നിലപാടെടുത്ത സുബ്രഹ്മണ്യ സ്വാമിയല്ലേ നിങ്ങൾ JNU-ൽ വെക്കുന്നത്? അതല്ലേ അയാളുടെ യോഗ്യത? നിങ്ങൾ NCERT-ൽ വെച്ചതാരാ? നിങ്ങളുടെ പാർട്ടിയുടെ RSS-ന്റെ കമൽ സന്ദേശിൻ്റെ എഡിറ്ററായ ശ്രീ അംബാചരൺ വസിഷ്ഠനെയല്ലേ നിങ്ങൾ വെച്ചത്? അതുപോലെ തന്നെ നിങ്ങൾ ചരിത്ര ഗവേഷണ കൗൺസിൽ ആരായിരുന്നത്? ഇർഫാൻ ഹബീബിനെ പോലെ നിങ്ങളുടെ തന്നെ ഒരു സഹയാത്രികനായ ശ്രീ MGS നാരായണനെ പോലുള്ള പ്രഗത്ഭമതികളിരുന്ന സ്ഥലത്ത് നിങ്ങൾ വെക്കുന്നത് ആരെയാ? RSS നേതാവ് Y സുദർശന റാവു. ഞങ്ങൾ പറഞ്ഞത് RSS-ന്റെ സമീപനമുള്ളവരെ വെക്കുന്നതിൽ തെറ്റില്ല, പക്ഷേ
നിങ്ങൾക്ക് തോന്നുന്നത് പോലെ ക്വാളിഫിക്കേഷനുള്ള അക്കാഡമിക് ക്വാളിഫിക്കേഷനുള്ള ഒരു നിമിഷം തിരിച്ചു വരാം. ശ്രീ അജയൻ അഡാട്ട് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അജയൻ താങ്കൾ ടെലിഫോൺ ലൈനിൽ ഉണ്ടെങ്കിൽ ഈ പറയുന്ന ചർച്ച താങ്കൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഈ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഇല്ല എന്നതാണോ, അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ BJP നേതാവ് പറയുന്ന പോലെ രാഷ്ട്രീയമാണോ ഈ സമരം? അതായത് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത രാഷ്ട്രീയ ആശയങ്ങൾ ഉള്ളവരെ സ്വീകരിക്കാൻ തയ്യാറില്ല എന്നുള്ള നിലപാടാണോ, എങ്ങനെയാണെന്നാണ് ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വരുന്നതിൻ്റെ ഇടയിൽ നമുക്കറിയാം എങ്കിൽ പോലും ചോദിക്കുന്നത്? അതായത് എനിക്ക് ഇതിനിടയ്ക്ക് ഒരു ടെക്നിക്കൽ എറർ ഉണ്ടായത് ശ്രീജിത്ത്, എന്റെ ഫ്രണ്ട് ശ്രീജിത്ത് സംസാരിച്ചത് ഞാൻ കേട്ടില്ല. മാത്രമല്ല ഫക്രുദ്ദീൻ പറഞ്ഞതിനോട് കാരണം എനിക്ക് മുഴുമിപ്പിക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു കാരണം ഞങ്ങൾ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് ഈ സമരം നടക്കുന്നത്. ഇതിൽ ആരും അങ്ങനെ ശങ്കിക്കേണ്ട ആവശ്യമില്ല. ഇത് രാഷ്ട്രീയമില്ല, ഒരു മെറിറ്റിന്റെ മാത്രം പ്രശ്നമാണ് എന്ന് പറയുന്നത്. മെറിറ്റ് ആണ് പ്രശ്നം. പക്ഷേ അതേസമയം തന്നെ നിങ്ങൾ ഇവരുടെ ഭാഷ കേൾക്കുന്നുണ്ടോ? ഈ ഭാഷയാണ് കഴിഞ്ഞ 108 ദിവസമായിട്ട് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഷ എന്ന് പറയുന്നത് ഫാസിസത്തിന്റെ ഭാഷയാണ്. ഇവര് അന്ന് പഠിച്ചു വെച്ചിട്ടുള്ള ഒരു പാരഗ്രാഫാണ് ഇപ്പോഴും ശ്രീ ഗോപാലകൃഷ്ണൻ ഇത്രയും മുതിർന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനല്ലേ. നിങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയം, നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയം പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ഈ നാട്ടിൽ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇവിടുത്തെ യൂത്തിനത് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ നിങ്ങളുടെ സുബ്രഹ്മണ്യൻ സ്വാമി പറയുന്നത് പോലെ മാവോയിസ്റ്റുകളോ അരാജകവാദികളോ അല്ലെങ്കിൽ മറ്റേ ഡ്രഗ് അടിച്ചോ നക്സലൈറ്റുകളോ നടത്തുന്ന സമരം എന്നുള്ളത് ഇതിന്റെ അകത്ത് പല രാഷ്ട്രീയ വിശ്വാസങ്ങളുള്ള ആളുകളുണ്ട്. ഞാൻ കൃത്യമായിട്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ ഇടതുപക്ഷ സഹയാത്രികനായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ഞാൻ ലെഫ്റ്റ് ആണ്. പക്ഷെ എന്റെ കൂടെ സമരം ചെയ്യുന്ന ആളുകൾ ആരും സോക്കോൾഡ് ലെഫ്റ്റ് ആയിട്ടുള്ള ആളുകളല്ല. നിങ്ങള് നരേന്ദ്രമോദി ഒരു കാലത്ത് ഏത് മിഡിൽ ക്ലാസിന്റെ യൂത്തിനെ ആവേശഭരിതരാക്കിയിട്ടാണോ ഇന്ന് അധികാരത്തിൽ വന്നിട്ടുള്ളത്, ആ സോഷ്യൽ മീഡിയയും കാര്യങ്ങളും എല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ യൂത്തിനെ തന്നെയാണ് ഇപ്പൊ നിങ്ങൾ ആന്റഗനൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ചെയ്യുന്നത് ഒരു കൾച്ചറൽ ഇൻജെക്ഷൻ ആണെന്ന് അറിയാം. പക്ഷെ ഇതൊരുമാതിരി കൾച്ചറൽ ബുൾഡോസിംഗ് ആണ്. അത് രണ്ടും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് 10-60 വർഷത്തെ ചരിത്രമുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അകത്ത് അതിന്റെ സംസ്കാരം മാറ്റണമെങ്കിൽ, അതിൽ നിന്ന് പുറത്തിറങ്ങുന്ന ആളുകൾ ഉണ്ടാക്കുന്ന സിനിമയുടെ സ്വഭാവം മാറ്റണമെങ്കിൽ നിങ്ങൾ അതിൽ ഒരു ബൗദ്ധികമായ ഒരു ഇടപെടലാണ് നിങ്ങൾ നടത്തേണ്ടത്. അതിന് സമയമെടുക്കും. അതിന് ബുദ്ധിയും വിവരവും വിദ്യാഭ്യാസവും പുസ്തകമൊക്കെ വായിച്ചിട്ടുള്ള ആളുകളെ അവിടെ കൊണ്ടിരുത്തി കഴിഞ്ഞാൽ പതുക്കെ അവർ ചെയ്തോളും. MGS നാരായണനൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കാര്യം അതല്ലേ. നിങ്ങൾ ഇപ്പോ പെട്ടെന്ന് ഒരു ദിവസം ഹാർഡ് ലൈനർ ആയിക്കൊണ്ട് അതായത് ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചു, രാഹുൽ ഈശ്വർ എല്ലാ ചർച്ചയിലും വന്നിരുന്ന് സംസാരിക്കുന്ന നമുക്ക് അജയൻ വളരെ പ്രസക്തമായ കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ സമയപരിമിതി ഉണ്ട്. ശ്രീ ബി ഗോപാലകൃഷ്ണൻ ഒറ്റവാദി ഇതിനൊരു മറുപടി ഉണ്ടോ താങ്കൾക്ക്? ഇല്ല. ഫക്രുദ്ദീൻ അലി, നമുക്ക് അവസാനിപ്പിക്കാറായി. ഈ വിദ്യാർത്ഥികളുടെ ആ ഒരു ആവേശം, അവർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട പോയത് നരേന്ദ്രമോദി ഏത് മീഡിയമാണോ ഉപയോഗിച്ചത്, നവമാധ്യമങ്ങളിലൂടെയുള്ള ഇടപെടൽ, മധ്യവർഗ സമൂഹത്തെ പ്രതിനിധാനം ചെയ്തിരുന്ന നരേന്ദ്രമോദി അതേ ആയുധം ഉപയോഗിച്ചുകൊണ്ട് സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് നേരെ വാളോങ്ങിയിരിക്കുന്നു എന്നാണ് അവർ വളരെ ഗൗരവത്തോടു കൂടിയാണ് ഇതിനെ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൊല്ലാൻ പക്ഷെ തോൽപ്പിക്കാനാവില്ല എന്നുള്ള വളരെ കൃത്യമായ മെസ്സേജാണ് കൊടുത്തിട്ടുള്ളത്. അത് ഗോപാലകൃഷ്ണൻ മനസ്സിലായിട്ടില്ല. ഗോപാലകൃഷ്ണന്റെ വിചാരം ഒരു സമരം ഒരു അനുരഞ്ജനത്തിന്റെ പാത സ്വീകരിക്കുമ്പോൾ അത് തോറ്റുപോയി എന്നാണ്. പക്ഷേ ആ സമരം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ അതിന് പ്രതിധ്വനി ഉണ്ടാവും. അത് സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിലൂടെ അത് കൺവേ ചെയ്യപ്പെടും. അവിടെയാണ് നാളെ നരേന്ദ്രമോദിക്കും BJPയും ഭീഷണി ഉണ്ടാവും. സത്യത്തിൽ ഞാൻ ഈ സമരത്തിൽ പോയി സന്തോഷിക്കുന്ന ആളാണ്. കാരണം സമൂഹം ഈ മിഡിൽ ക്ലാസ് അവരാണല്ലോ നരേന്ദ്രമോദിക്ക് ദുരന്തം എന്ന് പറയുന്ന ഗജേന്ദ്ര ചൗഹാൻ തന്നെ വീണ്ടും ചെയർമാനായിട്ട് അവിടെ അവരുടെ ആ പിടിവാശിയും അതുമായിട്ട് മുന്നോട്ട് പോകുന്ന ദുരന്താവസ്ഥ. പ്രശ്നമുണ്ട്. ഈ ഒരു നമ്മുടെ ജനാധിപത്യ സമൂഹം, ജനാധിപത്യം വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം ജനവിഭാഗങ്ങൾക്ക് ഈ രീതി അജയൻ പറഞ്ഞ പോലെ ഈ ഭാഷയും ഈ സമീപനം കേൾക്കുമ്പോൾ അവർക്ക് BJP എന്താ നമ്മൾ പറയാതെ തന്നെ കൃത്യമായി മനസ്സിലായി. ഇപ്പൊ നമ്മൾ പാസ് ചെയ്ത് ചിലപ്പോൾ അവർക്ക് മനസ്സിലായില്ല. പക്ഷേ ഇപ്പം മനസ്സിലായി വരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. വളരെയധികം നന്ദി ഈ അർത്ഥവത്തായ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ അജയൻ അഡാട്ട് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന്, ശ്രീ വിനയ് ഫോർട്ട് ചലച്ചിത്രതാരം, അതോടൊപ്പം തന്നെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലെ നിന്ന് പ്രതിനിധീകരിച്ച ശ്രീജിത്ത് പൊയിൽക്കാവ്, അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ BJP നേതാവാണ്, അഡ്വക്കേറ്റ് BRM ഷഫീർ കോൺഗ്രസിന്റെ യുവ നേതാവ്, ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകനായ ഫക്രുദ്ദീൻ അലി. ഒരു ഇടവേളയിലേക്ക്.